السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. بسم الله عظيم القدرة والشان، شديد البطش والبرهان، حافظ الدين والقرآن. بسم الله ما شاء الله كان، بسم الله ما شاء الله كان، بسم الله ما شاء الله كان، وما لم يشأ لم يكن، ولا حول ولا قوة إلا بالله العلي العظيم. أعلم أن الله على كل شيء قدير، وأن الله قد أحاط بكل شيء علما. اللهم إني أعوذ بك من شر نفسي، ومن شر كل دابة أنت آخذ بناصيتها. إن ربي على صراط مستقيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا محمدا عبده ورسوله، أرسله بالهدى ودين الحق بشيرا ونذيرا، وداعيا إلى الله بإذنه وسراجا منيرا، ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على سيدنا محمد وعلى آل وصحب سيدنا ومولانا محمد، كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. وصل على جميع الأنبياء والمرسلين وآلهم وصحبهم وملائكتك الكرام أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. صدق الله مولانا العظيم، وصدق وبلغ رسوله النبي الأمين الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. بلغ العلا بكماله، كشف الدجى بجماله، حسنت جميع خصاله. صلوا عليه وآله
يا صاحب الوقت جبهتي تحت نعالكم أعظ بحكم نيابة عنكم يا صاحب البغداد كل حاضري يا مطلب الحاجات عبد القادر يا صاحب الأجمير كل ناصري يا مطلب الحاجات خواجة سنجري يا صاحب المدبور كل حافظي يا مطلب الحاجات سيم الولي معيني كن معينا لي وأعني يا أبا الفضل دواما غير منفصل ولي الهند أجميري صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله وتمم لي عنايتكم وعمم لي هدايتكم وخصص لي كرامتكم ولي الهند أجميري صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله ബഹുമാനം നിറഞ്ഞ നമ്മുടെ മഹല്ലിലെ ഖത്തീബ് ഉസ്താദ് ഫൈലി ഉസ്താദ് ഉദ്ഘാടനം ചെയ്ത ദാരിമി ഉസ്താദ് നമ്മുടെ ബഹുമാനപ്പെട്ട ഹാഫിള് സഖാഫി ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാരെ ജമാഅത്തിന്റെ ആദരണീയരായ അധ്യക്ഷൻ MS മുഹമ്മദ് സാഹിബ് അടക്കമുള്ള ജമാഅത്ത് കമ്മിറ്റിയുടെയും റോസ് കമ്മിറ്റിയുടെയും ഒക്കെ ആദരണീയരായ നേതാക്കളെ ഈ മഹല്ലത്തിന്റെയും പരിസര നാടുകളുടെയും ആദരണീയരായ ബഹുമാനം നിറഞ്ഞ വ്യക്തിത്വങ്ങളെ ഏറെ ബഹുമാനം നിറഞ്ഞ രക്ഷിതാക്കളെ കരളിന്റെ കഷ്ണങ്ങളായ യുവ സുഹൃത്തുക്കളെ വിദ്യാർത്ഥികളെ സഹോദരിമാരെ അല്ലാഹു ജല്ല ജലാലുഹു നമ്മെ എല്ലാവരെയും നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ ഭാര്യ മക്കൾ കുടുംബം കൂട്ടുകാർ സ്നേഹജനങ്ങൾ നമ്മെ എല്ലാവരെയും അല്ലാഹു തആല അവന്റെ ഖൈറിന്റെ മുഖറബുകളായ ഇബാദുകളിൽ ഉൾപ്പെടുത്തി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മെയും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും അല്ലാഹു തആല ഈ നാട്ടിൽ വിശ്രമിക്കുന്ന മഹാന്മാരുടെ കൂടെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഈ നാട്ടിൽ വിശ്രമിക്കുന്ന മഹാന്മാരുടെ ദറജ അല്ലാഹു വർദ്ധിപ്പിക്കട്ടെ. അവരുടെ എല്ലാവരുടെയും ഉഖ്റവിയായ മദദ് അല്ലാഹു നമുക്ക് ചൊരിച്ചു തരട്ടെ. നമ്മുടെ മജ്ലിസ് ദുആഇന് ഇജാബത്തുള്ള മജ്ലിസായി അല്ലാഹു ഏറ്റെടുക്കട്ടെ. നമുക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ്സു നൽകി മരണം ഖൈറാകുന്ന സമയത്ത് കാമിലായ ഈമാനോടെ കലിമ ചൊല്ലി മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വിശുദ്ധ റജബിലും ശഅബാനിലും അല്ലാഹു നമുക്ക് ബറക്കത്ത് ചെയ്യട്ടെ. എല്ലാ ഖൈറാത്തുകൾക്കും തൗഫീഖ് നൽകപ്പെട്ടവരായി റമളാനിലേക്ക് അല്ലാഹു നമ്മെ എത്തിക്കട്ടെ. ഈ സമയങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിലെ അവസാന അവസരങ്ങളാക്കി അല്ലാഹു മാറ്റാതിരിക്കട്ടെ.
ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ ഉറൂസ് മുബാറക്കിൽ അവരെ അനുസ്മരിക്കുന്ന, അവരുടെ മദ്ഹ് പറയുന്ന, അവരുടെ അടുക്കൽ നിന്ന് ദീന് പറയുന്ന നല്ല മജ്ലിസിൽ ഇരിക്കാൻ കഴിയുക എന്നത് തന്നെ നമുക്ക് ഈ കാലത്ത് അല്ലാഹു നൽകിയ വലിയ സൗഭാഗ്യമാണ്. എന്തുകൊണ്ടെന്നാൽ ആ മഹാന്മാരായ ഔലിയാക്കളാണ് നമ്മുടെ നാട്ടിലേക്ക് ഹിദായത്തിന്റെ വെളിച്ചം എത്തിച്ചു തന്നത്. നമ്മുടെ നാട്ടിൽ ഒരാള് നല്ല പൈസക്കാരനാണ്. നമുക്ക് എല്ലാവർക്കും അല്ലാഹു ഹലാലായ ഐശ്വര്യം തന്നു അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ. നല്ല ഉഷാറുള്ളൊരു പൈസക്കാരനുണ്ട്. അയാള് ഈ നാട്ടിലുള്ള ഒരാളെ ഭയങ്കര ബഹുമാനവും. അയാള് വലിയ പൈസക്കാരനല്ല, സാധുവാണ്. എന്താണ് അദ്ദേഹത്തെ ബഹുമാനിക്കാനുള്ള കാരണം? മൂപ്പര ഗെയർ ഓഫിലാണ് ഈ പൈസക്കാരൻ ആദ്യമായിട്ട് ഗൾഫ് പോകാൻ ചാൻസ് കിട്ടി. വിസ കൊടുത്തിട്ട് ആദ്യം കൊണ്ടുപോയത് മറ്റയാളാണ്. പക്ഷെ മൂപ്പരിങ്ങോട്ട് ഔട്ടായിട്ട് വന്നിട്ടുണ്ടെങ്കിലും ഈ കൊണ്ടുപോയ രണ്ടാമത്തെ ആള് ഉഷാറായി. അപ്പൊ അതുകൊണ്ട് തന്നെ മൂപ്പർക്ക് എപ്പോഴും ഒരു കടപ്പാടാണ്, ഒരു ബഹുമാനാണ്, ഒരു ആദരവാണ്. ആദ്യം കൊണ്ടുപോയത് നന്ദി ഉണ്ടെങ്കിൽ അങ്ങനെയാണ്. സ്നേഹിക്കുന്ന ആളെ, കൈപിടിച്ച ആളെ ആദ്യം ഒന്ന് പിടിച്ച ആളുണ്ടല്ലോ, അവരെ വിടാൻ പാടില്ല. നമുക്ക് ഹിദായത്ത് കൊണ്ട് തന്നതിവരാണ്. ഞാനിവിടെ അന്വേഷിച്ചു, ഇവിടെയുള്ള മഹാന്മാര് ഈ അടുത്ത് ജീവിച്ചങ്ങനെ ആളല്ല, നേരത്തെ ഉള്ള വലിയ മഹാന്മാരാണ്, ഔലിയാക്കളാണ്. ഇവിടെ മാത്രല്ല, നമ്മുടെ വീട്ടിലെയും പരിസരത്ത്, പുത്തൂര്, ഉപ്പിനങ്ങാടിയില്, വെൽത്തങ്ങാടിയില്, മംഗലാപുരത്ത്, നമ്മുടെ കാസർഗോഡ്, നമ്മുടെ പരിസരങ്ങളിലെല്ലാം ധാരാളം ഔലിയാക്കളുണ്ട്, മഹാന്മാരുണ്ട്. അവരൊന്നും കുടുംബക്കാരെ അവിടെ കാണുന്നില്ല. എന്റെ ഉപ്പയാണ് അവിടെ കിടക്കുന്നത്, അല്ലെ ഇളയമ്മന്റെ മോനാണ് അവിടെ ഉള്ളത്, ഇതൊന്നും ആരും പറയണ കേൾക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ആ മഹാന്മാരൊന്നും ഈ നാട്ടിൽ ജനിച്ച് ജീവിച്ചവരാകാൻ സാധ്യതയില്ല. മറിച്ച് ഏതോ നാട്ടിൽ ജനിക്കുകയും അവിടെ ജീവിക്കുകയും അവർ എന്തോ ഒരാവശ്യത്തിന് നമ്മുടെ നാട്ടിലേക്ക് എത്തുകയും ഇവിടെ ഖബർ നേടുകയും ചെയ്തതാണ്. അവരെന്തിനായിരിക്കും ഇവിടെ വന്നത്? ബിസിനസ്സിനാകാൻ സാധ്യതയില്ല. കച്ചവടം ചെയ്യാനാണെങ്കിൽ അവരുടെ കച്ചവടത്തിന്റെയോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചരിത്രങ്ങളോ ഇവിടെ ഉണ്ടാകേണ്ടതുണ്ട്, അതില്ല. കൃഷി ചെയ്യാനായിരിക്കുമോ? അതിനും വകുപ്പൊന്നും കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവരെ തോട്ടാണ് എന്നൊക്കെ പറഞ്ഞ് പലതും ഇവിടെ കാണണ്ടേ? അതുമില്ല. പിന്നെന്തിനായിരിക്കും അവർ അന്യനാടുകളിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ ഹജ്ജത്തുൽ വദാഇ ഫല്യുബല്ലിഗു ശാഹിദുൽ ഗായിബ്, ഈ പരിശുദ്ധമായ ഹജ്ജത്തുൽ വദാഇ, ഈ അറഫയിൽ ഉള്ള നിങ്ങൾ, ഇവിടെ ഇല്ലാത്ത ആളുകൾക്ക് ഇതിന്റെ മെസ്സേജ് എത്തിക്കണമെന്ന്, ഇതിന്റെ സന്ദേശം നിങ്ങൾ എത്തിക്കണമെന്ന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ 1,00,000-ലേറെ സ്വഹാബികൾ ഉണ്ടായിരുന്നു ആ സദസ്സിൽ. എന്നാൽ ആ സ്വഹാബികൾ അപ്പോൾ തന്നെ അവർ ആ പരിപാടി കഴിയലോടെ, ഹജ്ജ് കഴിയലോടുകൂടി അവരുടെ വാഹനപ്പുറത്ത് അവർക്ക് മുന്നേ ഉണ്ടായ വഴിയിലൂടെ അവർ നടന്നുപോയി. ഏതൊക്കെ നാടുകളിലാണ് അവർ ചെന്നത്, എവിടെയൊക്കെയാണ് അവർ താമസിക്കുന്നത്, അവര് യാത്ര ചെയ്തതും പോയതും വന്നതുമൊന്നും സഹോദരങ്ങളെ ആരെയും ബോധ്യപ്പെടുത്താനല്ല, ആരിൽ നിന്നും സർട്ടിഫിക്കറ്റ് വാങ്ങാനല്ല, നമ്മുടെ യാത്ര പോലെയുള്ള യാത്രയുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീനു പഠിപ്പിക്കാൻ പറഞ്ഞു, അത് പഠിപ്പിക്കാൻ വേണ്ടി അവര് പോയതാണ്. മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ ചിശ്തി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, നിങ്ങളെ ഇന്ത്യയിലെ സുൽത്താനായി ഞാൻ നിശ്ചയിച്ചിട്ടുണ്ടെന്നും
നിങ്ങളുടെ തലയിൽ ഞാൻ ഹിന്ദുസ്ഥാന്റെ കിരീടം വെച്ചിട്ടുണ്ടെന്നും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. മദീന സിയാറത്ത് ചെയ്യുമ്പോൾ, തങ്ങളെ സിയാറത്ത് ചെയ്യുമ്പോൾ വഫാത്തിന് ശേഷം നൂറ്റാണ്ടുകൾക്ക് ശേഷം ജനിച്ച തന്റെ കുടുംബത്തിൽ ജനിച്ച തന്റെ പേരമകനായ ഖാജാ തങ്ങളോട് പറയുകയാണ്, അജ്മീറാണ് നിങ്ങൾ പോകേണ്ടത്, അവിടെയാണ് നിങ്ങൾ ഖബറടക്കം ചെയ്യപ്പെടുന്നത്. നിങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ ബറക്കത്ത് സ്വീകരിക്കുമെന്ന് തങ്ങൾ പറഞ്ഞപ്പോൾ അജ്മീർ എവിടെയാണെന്ന് ആശങ്ക വന്നു. റുമ്മാൻ പഴം കാണിച്ചതിന്റെ മേലെ ഒരു മേപ്പിംഗ് കാണിച്ച് അജ്മീർ അഡ്രസ് ചെയ്യിപ്പിച്ചു കൊടുത്ത്, അജ്മീർ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് നിങ്ങൾ ഇന്ത്യ രാജ്യത്ത് പോയി ദഅവത്ത് നടത്തണമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു ഉദാഹരണത്തിന് ഖാജാ തങ്ങളെ പറഞ്ഞതാണ്. അല്ലാഹു അവിടുത്തെ മദദ് നമുക്ക് ചൊരിച്ചു തരട്ടെ. സഹോദരങ്ങളെ, മഹാനായ ഖാജാ തങ്ങളോട് ഇങ്ങനെ പറഞ്ഞ് നമ്മളൊക്കെ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. എന്നാൽ ഖാജാ തങ്ങളോട് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, അജ്മീർ നല്ല പള്ളിയുണ്ട്, നിങ്ങൾ അവിടെ പോയി എന്റെ മുറ്റത്തുനിന്ന് വഅദ് പറയണമെന്നല്ല പറഞ്ഞത്. അവിടെ നല്ല ഭക്ഷണം കഴിക്കാനും ഭക്ഷണമൊക്കെ തരാൻ വേണ്ടി ആളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് നല്ലല്ലോ പറഞ്ഞത്. നമ്മുടെ പെരിയൽ തടുക്ക മക്കാമിൽ വിശ്രമിക്കുന്ന മഹാന്മാർക്ക് അല്ലാഹു ദറജയേറ്റട്ടെ, അവരെ പൊരുത്തം നമുക്ക് നൽകട്ടെ. ഇവിടത്തെ സംഘാടകരെന്നെ വിളിച്ചിട്ട് ഇവിടത്തെ ഈ പരിപാടിക്ക് വരണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ മലപ്പുറത്തിനപ്പുറം കോട്ടക്കല്ല് കുറ്റിപ്പുറത്ത് വഅദിന് പോകുമ്പോ ഇവിടെയുള്ള സംഘാടകരിൽപ്പെട്ട പ്രിയപ്പെട്ടവർ എനിക്ക് ലൊക്കേഷൻ അയച്ചു തന്നു. ഇന്ന് വരേണ്ട ലൊക്കേഷൻ ഇന്നലെ കറക്റ്റായി അയച്ചു തന്നു. ഞാൻ മനസ്സിലാക്കുന്ന എത്രയോ ആളുകൾ ഈ പരിസരത്ത് നിന്ന് വിളിച്ചു, കമ്മിറ്റിക്കാരെന്നെ കുറെ പ്രാവശ്യം വിളിച്ചു. വരുമ്പോ ഇങ്ങനെ വഴിയിൽ തന്നെ എത്രയോ തവണയാണ് വിളിക്കുന്നത്. വിളിക്കിവിടെ എത്തിയപ്പോൾ നല്ല ഭക്ഷണം ഒരുക്കി വെച്ചിട്ടുണ്ടല്ലോ അല്ലാഹു തആല. ആ വീട്ടുകാർക്കും നമുക്കെല്ലാവർക്കും അല്ലാഹു സ്വർഗത്തിൽ ഭക്ഷണം നൽകട്ടെ. ഇവിടെ എത്തി നോക്കുമ്പോൾ ഇവിടെ മൈക്കുണ്ട്, സെറ്റുണ്ട്, സംവിധാനമുണ്ട്, നല്ല ഡെക്കറേഷൻ കൊണ്ട് അലങ്കരിച്ച പള്ളിയുണ്ട്, നല്ല സംവിധാനമുണ്ട്. ബഹുമാനപ്പെട്ട MS മുഹമ്മദ് സാഹിബ് അടക്കമുള്ള ആളുകൾ സ്വീകരിക്കാൻ മുന്നിൽ തന്നെയുണ്ട്. ഞാൻ പറഞ്ഞ ഉസ്താദുമാരുണ്ട്. സെലക്ട് ചെയ്ത ഒരു ടീമിനോടല്ലേ ഈ വഅദ് പറയുന്നത്, ഇവിടെ വന്നിരിക്കുന്ന ആളുകളോടല്ലേ ഈ വഅദ് പറയുന്നത്. മുന്നിൽ വെച്ച ക്യാമറയിലൂടെ ഓൺലൈൻ സംവിധാനം ഒരുക്കിയത് തന്നെ ഈ നാട്ടിലും പരിസരങ്ങളിലുമുള്ള മുഅ്മിനീങ്ങൾ. അവർ വിദേശത്തും മറ്റൊക്കെ ആയതിനാൽ അവർക്ക് ഈ സദസ്സിൽ പങ്കെടുക്കാൻ കഴിയാത്ത സങ്കടം തീർക്കാൻ അവർക്ക് ഓൺലൈനിൽ നിന്ന് കാണാനാണ് ഈ സംവിധാനം. അല്ലെങ്കിൽ ലോകത്തുള്ള മുഴുവൻ ആളുകളോട് ഈ വഅദ് പറയുന്നില്ല. അല്ലാഹുവിനെ കൊണ്ടും അന്ത്യനാൾ കൊണ്ടും വിശ്വസിച്ച ഈ പരിസരത്തുള്ള മുഅ്മിനാത്തുകളോടല്ലേ ഈ വഅദ്. എന്നാൽ തന്നെ നമ്മൾ പറയും, ഉസ്താദ് കുറെ ദൂരത്തുനിന്ന് വന്ന ആളാണ്, കുറെ വിഷമം സഹിച്ച് വന്ന ആളെന്നൊക്കെ സാധാരണ ഒരാതിഥ്യ മര്യാദയിൽ പറയുന്ന വാക്കുകളാണ്. നമ്മൾ വീട്ടിൽ നിന്ന് വണ്ടി കയറി ഇവിടെ എത്തി ഇറങ്ങിയതാണ്, ഒരു പ്രശ്നവുമില്ല. അല്ലാഹു നമ്മുടെ ആഫിയത്ത് അല്ലാഹു വർദ്ധിപ്പിച്ചു തരട്ടെ, എല്ലാ സൗകര്യങ്ങളും അല്ലാഹു തആല നിലനിർത്തി തരട്ടെ. ഞാൻ പറയുന്നത് ഇന്നത്തെ കാലത്ത് ഈ ദഅവത്തേ നടക്കുള്ളൂ. അതേ സമയത്ത് പൂർവകാല മഹാന്മാർ ഖാജാ തങ്ങൾ ഇവിടെ വരുമ്പോൾ ആരാണ് അവർക്ക് സ്വീകരണം കൊടുക്കാനുള്ളത്, ആരാണ് മുൻ പരിചയമുള്ളവരുള്ളത്? ഈ നാട്ടിൽ മഹാന്മാര് വന്നിവിടെ പണിയെടുക്കുമ്പോൾ അവരാരെ കാണുന്നോ അവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൈമാറിയതാണ്. അവര് വഅദ് കെട്ടിയിട്ടും സ്റ്റേജ് കെട്ടിയിട്ട് കുറെ മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂട്ടി വഅദ് പറഞ്ഞതല്ല. ഈ പരിസരത്തൊക്കെ ഉള്ള ധാരാളം ഔലിയാക്കളില്ലേ, അവരാരെ കാണുന്നോ അവരോട് ദീന് പറഞ്ഞു കൊടുത്തതാണ്. അവരെ യാത്രയ്ക്കും അവരുടെ വരവിനും അവരുടെ താമസത്തിനും ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉല്യാ. അല്ലാഹുവിന്റെ കലിമത്താകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ കലിമത്ത് ഇവിടെ ഉയർന്നു നിൽക്കാനായിരുന്നു അവരുടെ യാത്ര. അവരുടെ ഭാര്യയും മക്കള്, ആങ്ങള, പെങ്ങള്, ജേട്ടന്മാര്, കുടുംബം, അയൽവാസികള്, കച്ചവടം, കൃഷി, ഇതൊന്നും അവരെ ബാധിച്ചില്ല. അല്ലാഹുവിന്റെ വിഷയത്തിൽ ഇറങ്ങിയപ്പോൾ ഇതൊന്നും അവര് കണക്കാക്കിയില്ല. അതൊന്നും അവരെ ഖൽബിൽ അവര് സ്ഥാനം കൊടുത്തില്ല. അവർ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി മാത്രം വന്നവരാണ്. ഞാൻ ഒന്നുകൂടി പറയാം,
നമ്മുടെ ആശയത്തിൽ ഇല്ലാത്ത ഒരു സമൂഹത്തോട് പോയി നമ്മുടെ ആശയം പറഞ്ഞിട്ട് അവരുടെ മനസ്സിൽ ഇതിന് സ്വീകാര്യത ഉണ്ടാക്കണമെങ്കിൽ ചെറിയ പണിയെടുത്താൽ മതിയോ? ഒരിക്കലുമല്ല. അള്ളാഹുവിന്റെ ദീന് പ്രചരിപ്പിച്ചത്. എന്നാൽ അവരൊക്കെ വരുമ്പോ വലിയ വാളും കുറെ തൂക്കും കുറെ ബോംബെല്ലാം കൊണ്ട് വന്നതാണോ? അതുമല്ല. പിന്നെയോ ആ മഹാന്മാർ ഇവിടെ വന്നു നോക്കുമ്പോൾ ഇവിടെയുള്ള പരിസരത്തുള്ള ആളുകൾ അവരെ കാണുമ്പോൾ അവർ അത്ഭുത ജീവികളെ പോലെയാണ്. അവര് കൃത്യമായി ഇബാദത്ത് ചെയ്യുന്ന, ആരാധന നടത്തുന്നു. അവരാരോടും വാതുറന്നാൽ കളവ് പറയുന്നില്ല. അവരൊരിക്കലും മോശമായ ഒരു പ്രവർത്തനം നടത്തുന്നത് അവര് കാണുന്നില്ല. അവരെ എപ്പോൾ നോക്കിയാലും സുതാര്യമാണ്. ഒരു കരിക്ക് കൊണ്ട് കൊടുത്താൽ, ഒരു പൊണ്ടം കൊണ്ട് കൊടുത്താൽ, ഒരു സാധനം ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് വിദേശത്തുനിന്ന് വന്നല്ല പരിചയമില്ലാത്ത ഒരാൾക്ക് കൊടുക്കുമ്പോൾ അവര് ചോദിക്കാൻ, ഇത് നിങ്ങളുടെ പറമ്പിൽ നിന്ന് തന്നെ നിങ്ങൾ പറിച്ചതാണോ, അതല്ല വേറെ ഏതെങ്കിലും പറമ്പിൽ നിന്ന് പറിച്ചിട്ട് അവരെ സമ്മതമില്ലാതെ കൊണ്ടുവന്ന് തരുന്നതാണോ? ഇത് കേൾക്കുമ്പോൾ ആദ്യം തന്നെ കാണുന്ന ആളുകളെ കൽബിൽ ഇങ്ങനെ ആശങ്ക വരുന്നു. എന്തൊരു അത്ഭുതമാണിത്! ഇതുവരെ കേട്ടിട്ടില്ലാത്ത ആശയമാണ്. ആരാന്റെ പറമ്പെന്ന് അവന്റെ സമ്മതമില്ലാതെ പഴം പറിച്ച് കഴിച്ചുകൂടാ, കരിക്ക് പറിച്ചുകൂടാ, തേങ്ങ പറിച്ചുകൂടാ, മറ്റുള്ളതൊന്നും അപഹസിച്ചിട്ട് സ്വന്തം വയറ്റിൽ പോയി കൂടാ. മാനബത മിനൽ ഹറാമി ഫന്നാറു ഔലാ ബിഹി. ഹറാമ് പള്ളയിൽ പോയാൽ ആ ശരീരം നരകത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഈ നാട്ടിലും പരിസരങ്ങളിലും ഒന്നും കാണാത്ത ഏറെ സുതാര്യമായ സത്യസന്ധമായ ആശയങ്ങളെ ഈ വന്ന മഹാന്മാർ ഇവിടെ പ്രചരിപ്പിച്ചപ്പോഴാണ് അവരുടെ ആശയത്തിലും അവരുടെ ജീവിതത്തിലും ആകൃഷ്ടരായിട്ടാണ് ഈ നാട്ടിൽ ദീന് വളർന്നത്. ഈ നാട്ടിലും പരിസരങ്ങളൊക്കെ ദീന് വളർന്നത് അങ്ങനെയാണ്. അല്ലാതെ ബോംബും തോക്കും കോപ്പൊന്നും കൊണ്ട് ആരും വന്നിട്ടില്ല. അങ്ങനെ വന്നാൽ ഒരു നാട് പിടിക്കാം ഒരാൾ ഒറ്റക്ക് വന്നാൽ നിങ്ങൾക്ക് തോന്നുന്നു? അതൊരിക്കലുമില്ല. അപ്പൊ ഈ മഹാന്മാർ, ഞാൻ പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഭാഗ്യമെന്ന് പറയുന്നത് ഈ മഹാന്മാർ, അന്ന് ഈ മഹാന്മാർ അവരുടെ ജീവിതകാലത്ത് ദീന് നടത്തി. ആ മഹാന്മാരാണ് നമുക്ക് ദീനിന്റെ വെളിച്ചം നൽകിയത്. ഇപ്പോൾ ആ മഹാന്മാരുടെ പേരിൽ ഉറൂസ് നടത്തിയിട്ട് നമ്മൾ അല്ലാഹുവിന്റെ ദീന് നടത്തുകയാണ്. ആ മഹാന്മാർ ഏതൊരാശയത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചുവോ, ഏതൊരാശയത്തിന് വേണ്ടി അവര് നമ്മുടെ നാട്ടിലേക്ക് വന്നുവോ, ആ ആശയത്തിന്റെ വക്താക്കളായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ തെരഞ്ഞെടുത്തു എന്നത് അവരുടെ അനന്തരാവകാശികളായി അവര് നടത്തിയ ദീനിന്റെ ചുക്കാൻ പിടിക്കാൻ ഈ നാട്ടിലുള്ള കമ്മിറ്റിക്കാർക്ക് അല്ലാഹു ഭാഗ്യം കൊടുത്തില്ലേ? ഇവിടെ ഖുദ്മത്ത് ചെയ്യാൻ ഇവിടെയുള്ള ഉസ്താദുമാർക്ക് അല്ലാഹു ഭാഗ്യം കൊടുത്തില്ലേ? ഇവിടെ വന്ന് സംസാരിക്കാൻ നമുക്കും കേൾക്കാൻ എല്ലാവർക്കും അല്ലാഹു ഭാഗ്യം തന്നില്ലേ? ഇത് അല്ലാഹുവിന്റെ ഔദാര്യമാണ് എന്നാ ഞാൻ പറഞ്ഞത്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഏറ്റവും വലിയ സന്തോഷമാണ് എന്നാ ഞാൻ പറഞ്ഞത്. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, നീ സ്വീകരിക്കണം റഹ്മാനേ, നീ ഖബൂൽ ചെയ്യണം റഹ്മാനേ. ഓ സഹോദരങ്ങളെ, ഈ പരിശുദ്ധമായ ഉറൂസിന്റെ സദസ്സിൽ നിന്ന്, ഉദ്ഘാടനത്തിന്റെ ദിവസമാണ്, ഈ മഹത്തായ സദസ്സിൽ നിന്ന് നമ്മൾ നല്ല പ്രതിജ്ഞ എടുക്കുന്നവരാകണം. നമ്മുടെ ഖൽബ് നന്നാകാൻ, നമ്മുടെ ഹൃദയം നന്നാകാനുള്ള പ്രതിജ്ഞ എടുക്കുന്നവരാകണം. ജീവിതത്തിൽ തെറ്റുവരില്ല എന്ന് പ്രതിജ്ഞ എടുക്കുന്നവരാകണം. അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ മാത്രമേ ഞാൻ നോക്കുള്ളൂ, പറയുള്ളൂ, നടക്കുള്ളൂ എന്ന് പ്രതിജ്ഞ എടുക്കാൻ കഴിയുന്നവരാകണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. നോക്കൂ, നിങ്ങൾ, ഞാൻ നിങ്ങളോട് ഒന്ന് രണ്ട് ചോദ്യം ചോദിക്കാം. നിങ്ങൾ ആരും മറുപടി പറയണ്ട. ഖൽബ് കൊണ്ട് കേട്ടാൽ മതി, കാതുകൊണ്ടല്ല, ഖൽബ് കൊണ്ട് കേൾക്കുക. ഖൽബ് കൊണ്ട് കേട്ടാൽ ഫലം ഉണ്ടാവും. അല്ലാഹു ഖൽബ് കൊണ്ട് പറയാനും ഖൽബ് കൊണ്ട് കേൾക്കാനും അല്ലാഹു ഭാഗ്യം നൽകട്ടെ. നാവ് കൊണ്ട് പറഞ്ഞാൽ ഇദാ ഖറജൽ കലാമു മിനൽ ലിസാനി വഖഅ ഫിൽ ഉദ്ൻ, നാവ് കൊണ്ട് സംസാരിച്ചാൽ അത് കാതിലാണ് പതിയ. അതിന് വലിയ ഫലം ഉണ്ടാവില്ല. ചിലപ്പോ പറയും നല്ല വേഗം, ചിലപ്പോ പറയും അത്ര അടുത്ത് പോരാ. ചില ആള് പറയും ഏടുന്നാണ് അയാൾ പറഞ്ഞത്, ഒരു ഉഷാർ ഉണ്ടായിട്ടില്ല. ചില ആള് പറയും നല്ല സ്നേഹമുള്ള ആള്, ചിലപ്പോ പറയും നല്ല ഉഷാറായിരുന്നു. അങ്ങനെ ഉണ്ടാകുക. എന്റെ ഭാഷ എനിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ചിക്കമംഗ്ലൂർ വേദന പോയി കുറച്ച് വർഷം മുമ്പ്.
2 ദിവസത്തെ വേള, നല്ല റാഹത്തിൽ 3 മണിക്കൂർ വേള പറയും. തണുത്ത് പറിച്ച ഒരു നാട്, ഒരു റബീഉൽ അവ്വൽ. ആ നാട് മുഴുവൻ, ആ നാട്ടിന്റെ ഒരു പ്രത്യേകത, ആ നാട് മുഴുവൻ ഇതുപോലെ ഡെക്കറേഷൻ ബൾബ്, റബീഉൽ അവ്വൽ. അങ്ങനെ ഞാൻ പോയി, വാളെല്ലാം കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ സുബഹി നിസ്കരിച്ചപ്പോൾ അവിടുത്തെ ഉസ്താദ് എന്നോട് പറഞ്ഞു, ഉസ്താദേ, നാട്ടുകാർക്കെല്ലാം നല്ല അഭിപ്രായമാണ്, എല്ലാവരും നല്ല വാളാണ് ഉസ്താദിന്റെ വാള്, പക്ഷെ ഒന്നും മനസ്സിലായിട്ടില്ല. സുബ്ഹാന ജല്ല ജലാലുഹു. എനിക്ക് ചിരിയും വരുന്നു, കരച്ചിലും വരുന്നു. എന്താ ചെയ്യാ? നല്ല വാളാണ്, പക്ഷെ ഒന്നും മനസ്സിലായിട്ടില്ല. അങ്ങനെ ആകാതിരിക്കാനാ ചോദിച്ചത്. അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ എന്നോട് പറഞ്ഞു, ഉസ്താദിന്റെ ഭാഷ ഒന്ന് ചെറുതാക്കണം, സാഹിത്യം ഒന്നും പറയാതെ. ഞാൻ സാധാരണ ലോക്കൽ ഭാഷയിലാണ് പറയാ. കുറച്ച് കടുപ്പം കുറക്കണം, ഭാഷക്ക് കുറച്ച് കടുപ്പം കുറക്കണം. അങ്ങനെ പിറ്റേ ദിവസവും വേദണ്ടല്ലോ, എനിക്ക് ധർമ്മ സങ്കടമായി. പടച്ച റബ്ബേ, ഇപ്പൊ എന്താ ചെയ്യാ? ഈ ഭാഷ നമുക്ക് പിടുത്തില്ല. അപ്പൊ എന്താ ചെയ്യാ? അപ്പൊ ഞാൻ പിറ്റേ ദിവസം എന്ത് പറഞ്ഞാല്, മിനൽ ഖിസ്സത്തി ഇലൽ ഖിസ്സ, കുറെ ചരിത്രം പറഞ്ഞു വാലിൽ. അപ്പൊ ഞാൻ വാല് കഴിഞ്ഞിട്ട് നേരെ നാട്ടിലേക്ക് വിടുകയാണ്. എന്നാൽ ഇതിന്റെ റിസൾട്ട് കേൾക്കണമല്ലോ. അപ്പൊ ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദെ, ഇന്നെന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചു. ഇന്നെല്ലാവർക്കും മനസ്സിലായി. ഈ ചരിത്രം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉൾവിളി ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് കുറെ ആൾക്ക് മനസ്സിലായി. അള്ളാഹു തന്നെ നമ്മുടെ യാത്രകളും വാലല്ല അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് പരീക്ഷക്കുള്ള ചോദ്യമൊന്നുമല്ല, സാധാരണഗതിയിലുള്ള ചോദ്യമാണ്. അള്ളാഹു നമ്മെ എല്ലാവരുടെയും, നമുക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീഖ്, അള്ളാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. ചോദ്യമൊന്നുമല്ല. ഇന്ന് ഉറൂസിന്റെ ദിവസമാണ്. ഇന്നും നാളെയും മറ്റന്നാളൊക്കെ നമുക്ക് ഉറൂസിന്റെ പരിപാടികളുണ്ട്. അള്ളാഹു എല്ലാവർക്കും സന്തോഷത്തോടെ വന്ന് നമ്മുടെ നാട്ടിൽ സംസാരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. എല്ലാ ഉസ്താദുമാർക്കും, എല്ലാവർക്കും, സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ ആലിമീങ്ങൾക്കും, എല്ലാ പ്രവർത്തകന്മാർക്കും ഒക്കെ നല്ല റാഹത്തിൽ നാടിനും സമുദായത്തിനും സമൂഹത്തിനും ഉമ്മത്തിനും വേണ്ടി ഒന്നിച്ച് പ്രവർത്തിക്കാനുള്ള ഭാഗ്യവും തൗഫീഖും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. സഹോദരങ്ങളെ, ഇന്ന് ഉറൂസിന്റെ ഫസ്റ്റ് ദിവസമാണ്. വാള് കേൾക്കാൻ വേണ്ടി വന്നിരുന്നത് വലിയ അനുഗ്രഹമാണെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നത്, ഇന്നലെ ഈ സമയത്ത് ഏകദേശം 10:30 മണിയായിട്ടുണ്ട്. ഞാൻ ഈ സമയത്ത് ഏകദേശം 10:30-11 മണിയൊക്കെ ആകുമ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയമാണ്. നിങ്ങൾ വീട്ടിൽ എന്തെടുക്കായിരുന്നു എന്നാണ് എന്റെ ചോദ്യം. നിങ്ങൾ വീട്ടിൽ ഈ സമയത്ത് എന്തെടുക്കായിരിക്കും? സാധാരണഗതിയിൽ ഇന്ന് ഉറൂസായത് കൊണ്ട് ഇവിടെ വന്നിരുന്നതാണ്. വീട്ടിലാണെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ എന്താ എടുക്കുക? കുറെ ആളുകൾ പറയും, ഉസ്താദേ, നമ്മൾ ഭക്ഷണം കഴിച്ച് കിടന്നു ഉറങ്ങുന്ന സമയമാണ്, നമ്മൾ ഉറങ്ങായിരിക്കും എന്നാണ് അധികാളും പറയാ, അല്ലെങ്കിൽ ഉറങ്ങാൻ പോവായിരിക്കും എന്ന് പറയും. കുറച്ചാളുകളെങ്കിലും പറയും, പരീക്ഷയ്ക്ക് വരികയാണ്, അതുകൊണ്ട് മക്കള് പഠിക്കുകയാണെന്ന് ചിലപ്പോ പറഞ്ഞേക്കാം. കുറച്ചാളുകൾ പറയും, ഉസ്താദേ, ഭക്ഷണം കഴിച്ചിട്ട് നമ്മളിങ്ങനെ കുറച്ച് എക്സസൈസ് ചെയ്യായിരുന്നു, അല്ലെങ്കിൽ വെറുതെ മുറ്റത്തൂടെ ഒന്നും ഭക്ഷണം കഴിക്കാൻ വേണ്ടി നടക്കുകയായിരുന്നു. ഇങ്ങനെയൊക്കെയും ജനങ്ങൾ മറുപടി പറയും. നമ്മുടെ കൂട്ടത്തിലും അങ്ങനത്തെ ആളുകൾ ഉണ്ടാകും. ഞാൻ പറയട്ടെ, ഇന്നത്തെ സാഹചര്യത്തിൽ ഏറെ കൂടുതലും ഉത്തരം കിട്ടാൻ സാധ്യതയുള്ള മറുപടി, ഉസ്താദേ, ഈ 10-10:30 മണിക്ക് നമ്മൾ മൊബൈലും കൊണ്ട് കളിക്കാനും പൊരക്ക്. ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ മൊബൈൽ എടുത്തിട്ട് ഇങ്ങനെ പലതും കാണുകയും കേൾക്കുകയും മെസ്സേജ് അയക്കുകയും മറുപടി പറയൊക്കെ ചെയ്യുന്ന തിരക്കിലായിരുന്നു എന്നാണ് അധികം ആളുകൾക്കും ഈ കാലത്ത് മറുപടി പറയാൻ കഴിയാം. ഞാനൊരു വിമർശന പ്രസംഗം നടത്താൻ വേണ്ടി പറഞ്ഞതല്ല, കൽബ് കൊണ്ട് കേൾക്കാൻ വേണ്ടി, മനസ്സുണരാൻ വേണ്ടി പറഞ്ഞതാണ്. എത്ര സമയമാണ് ഈ സാധനം കൊണ്ട് നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നത്. ഇന്നും ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴും ഇതിൽ തന്നെ ലൊക്കേഷൻ നോക്കിയിട്ടാ ഞാൻ വന്നത്. ഇത് ഏറ്റവും ഉപകാരമുള്ള സംഗതിയാണ്. ഞാനിതൊന്നും താല്പര്യമില്ലാത്ത ഒരാളല്ല. ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയ അനുഗ്രഹം കൊണ്ട് നമ്മൾ ഈ പ്രവർത്തനങ്ങളൊക്കെയും നമ്മൾ ഇറങ്ങുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതായ സമയം, ആ സമയത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല നിലക്കും ഉത്തരം പറയാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. ഉസ്താദേ, ഇശാ നിസ്കരിച്ചിട്ട് നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് പെട്ടെന്ന് കിടന്നുറങ്ങിയിട്ട് തഹജ്ജുദിന് എഴുന്നേൽക്കലാണല്ലോ നല്ലത്. അല്ലാഹു ഭാഗ്യം നൽകട്ടെ.
അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ ഇശാ നിസ്കരിച്ച് പള്ളിയിൽ പുരുഷന്മാരാണുങ്ങളെല്ലാം പള്ളിയിൽ പോയി വന്ന് പെണ്ണുങ്ങളെല്ലാം ഇശാ ബാങ്ക് കൊടുത്ത് ഉടനെ നിസ്കരിച്ചിട്ട് ഭക്ഷണം വേഗത്തിൽ കഴിച്ചിട്ട് അല്ലാഹുവിന്റെ കലാമാകുന്ന പരിശുദ്ധ ഖുർആൻ ആ കലാം ഒരൽപ്പം ഓതി നോക്കുകയായിരുന്നു. എന്തിനാണ് ഖുർആൻ ഓതുന്നത്? അത് അല്ലാഹുവിന്റെ കലാമാണല്ലോ. കലാമുൻ ഖദീമുൻ ലാ യുമല്ലു സമാഉഹു تنزه عن قول وفعل ونيتي به أشتفي من كل داء ونوره دليل لقلبي عند جهلي وحيرتي. നിങ്ങൾക്ക് രോഗമുണ്ടോ? മാറാനുള്ള മരുന്ന് വീട്ടിൽ തന്നെയുണ്ട്. നിങ്ങളെ മനസ്സിനാധിയുണ്ടോ? സങ്കടം തീർക്കാനുള്ള കിതാബും വീട്ടിൽ തന്നെയുണ്ട്. നിങ്ങൾ അലോസരപ്പെടുത്തുന്ന ഏത് പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരവും പ്രതിവിധിയും പരിശുദ്ധ ഖുർആനിലുണ്ട്. അല്ലാഹുവിന്റെ കലാമാകുന്ന പരിശുദ്ധ ഖുർആൻ നമ്മൾ ഒരുപാട് സങ്കടം കൊണ്ട് അലോസരപ്പെടുന്നു, മനസ്സിങ്ങനെ പിടക്കുന്നു. എവിടെയാണ് പരിഹാരമെന്ന് ചിന്തിച്ചിട്ട് പിടുത്തം കിട്ടണില്ല. വുളൂ ചെയ്യൂ സഹോദരാ, ഖിബ്ലക്ക് തിരിയൂ കൂട്ടുകാരാ, പരിശുദ്ധ ഖുർആൻ കയ്യിലെടുക്കൂ. അല്ലാഹുവിന്റെ കലാമം മനസ്സറിഞ്ഞൊന്ന് പാരായണം ചെയ്യൂ. വഹുവ മഅകും ഐനമാ കുൻതും, നിങ്ങൾ എവിടെയാണെങ്കിലും അല്ലാഹു നിങ്ങളുടെ കൂടെയുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ നിങ്ങൾ ഓതുമ്പോൾ അല്ലാഹു നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അല്ലാഹുവിന്റെ കലാം ഓതിക്കൊണ്ടിരിക്കുന്നവനെ അല്ലാഹു സങ്കടപ്പെടുത്തുമോ? ഒരിക്കലുമില്ല. സാധുവായ ഞാൻ ഈ നാട്ടിൽ പെരിയൽ തടുക്ക, ഈ നാട്ടിലെ നാടിന്റെ പേര് മാറിക്കൊണ്ട് അവിടെ എഴുതിയിട്ടുണ്ട്. മാഷാ അല്ലാഹ്. ഈ നാട്ടിൽ ഞാൻ ഇങ്ങനെ വരികയാണ് ഒരു വീട്ടിലേക്ക്. വന്നു നോക്കുമ്പോ ആ വീട്ടിലുണ്ട് എന്റെ വാള് ഇങ്ങനെ വെച്ച് കേൾക്കണം. ഞാൻ പുറത്തെത്തി നോക്കുമ്പോ എന്റെ വാള് ഇങ്ങനെ കേൾക്കാണ് ആ വീട്ടുകാർ. ഒരു ഉദാഹരണം പറയട്ടെ, ഞാൻ നാട്ടിലാദ്യമായിട്ട് വരെ വന്നു നോക്കുമ്പോ ആ വീട്ടുകാർ എന്റെ വാളേക്കാണെങ്കിൽ എനിക്ക് സ്വാഭാവികമായും ആ വീട്ടുകാരോട് ഒരു താല്പര്യം ഉണ്ടാവൂലേ? ഓ, എന്നെ എനിക്ക് ഇവരെ അറിയില്ലെങ്കിൽ ഇവരെന്റെ വാളെല്ലാം കേൾക്കുന്നവരാണ്, ഒരു ആത്മീയ ബന്ധമുണ്ട് എന്നുള്ളൊരു തോന്നൽ വരില്ലേ? ഞാൻ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഞാൻ എഴുതിയ ഒരു പുസ്തകം, ആ പുസ്തകം ഒരാൾ വായിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ലേഖനം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതിന്റെ ഖൈറായ ചർച്ചകൾ നടത്താണ് ഒരു വീട്ടുകാര്. എനിക്ക് ആ വീട്ടുകാരോട് ഒരു താല്പര്യം ഉണ്ടാവൂലേ? പല സ്ഥലത്തും എത്തിയാൽ പറയും, ഉസ്താദേ നിങ്ങളെ വാല എപ്പോഴും കേൾക്കലുണ്ട് എന്ന് പറയും. അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ മനസ്സിന്റെ ഉള്ളിൽ, നമ്മളെല്ലാം മനുഷ്യന്മാരല്ലേ, നമ്മളെ മനസ്സിന്റെ ഉള്ളിൽ അദ്ദേഹത്തോടൊരു സ്നേഹം ഉണ്ടാകും. നമ്മുടെ സ്നേഹബന്ധങ്ങളെല്ലാം അല്ലാഹുവേ അർശിന്റെ തണല് കിട്ടുന്നതാക്കി നിലനിർത്തി തരണേ അല്ലാഹ്. ഞാൻ പറയുന്നത് ഖാലിഖായ അല്ലാഹുവിന്റെയും ഖൽഖിന്റെയും സ്വഭാവം തമ്മിൽ താരതമ്യം ചെയ്യാൻ പാടുള്ളതല്ല. മനുഷ്യന്റെ സ്വഭാവമാണ് ഞാൻ ഈ സ്നേഹത്തെ പറ്റി പറഞ്ഞത്. അതേ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഖുർആൻ ഒരു വീട്ടിൽ ഓതിയാൽ അവിടെ റഹ്മത്തിന്റെ മലക്കിറങ്ങുമെന്നാണ്, അവിടെ അല്ലാഹുവിന്റെ കാരുണ്യം വർഷിക്കുമെന്നാണ്. ഫഖറഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിസ്വാഹിബിഹി. നിങ്ങൾ ഖുർആൻ ഓതൂ, അത് നാളെ ആഖിറത്തിൽ ശുപാർശയായി വരുമെന്നാണ് മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ആകയാൽ അല്ലാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ ഓതുമ്പോൾ, എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഓതുമ്പോൾ, അള്ളാന്റെ കലാമല്ലേ അള്ളാന്റെ മുമ്പെന്ന് ഓതുന്നത്. വേറെ ആരെയും മുമ്പെന്നല്ല, അള്ള കേൾക്കുകയല്ലേ, അള്ള അറിയുകയല്ലേ. ആ അറിയുന്ന റബ്ബിന്റെ മുമ്പിൽ നിന്ന് ഖുർആൻ ഓതുമ്പോൾ, ഖൽബുൽ ഖുർആനായ സൂറത്ത് യാസീൻ ഓതുമ്പോൾ, സൂറത്തുൽ ബഖറ ഓതുമ്പോൾ, സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ, അല്ലാഹുവിന്റെ കലാമിലെ ഏത് സൂറത്ത് നിങ്ങൾ ഓതുമ്പോഴും വഹുവ മഅകും ഐനമാ കുൻതും, നിങ്ങൾ അല്ലാഹു നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളെ ടെൻഷൻ മാറാതിരിക്കൂല. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഖുർആൻ ഓതുന്ന സമയത്ത് എനിക്ക് ഈ ടെൻഷൻ ഉണ്ടത് മാറാനാണ് ഞാൻ ഈ ഖുർആൻ ഓതുന്നത് എന്നുള്ള നിയ്യത്തോട് ഓതുകയാണെങ്കിൽ നിങ്ങളെ രോഗത്തിന് ശമനമുണ്ട്, പ്രശ്നത്തിന് പരിഹാരമുണ്ട്.
ഒരക്ഷരം ഓതിയാൽ അതിന് 3 കൂലിയുണ്ട്, അതിന് 10 കൂലിയുണ്ട്. അലിഫ് ലാം മീമിനെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് അലിഫ് ഒരക്ഷരമാണ്, ലാം ഒരക്ഷരമാണ്, മീം ഒരക്ഷരമാണ്. കുല്ലി വാഹിദിൻ അശ്റു അംസാലിഹാ, ഒന്നിന് 10 കൂലിയാണ്. അലിഫ് ലാം മീം എന്ന് പറയുമ്പോൾ 30 കൂലിയാണ്. അപ്പൊ നമുക്ക് അല്ലാഹു തആല സൗഭാഗ്യങ്ങൾ വർദ്ധിപ്പിച്ചു തരികയാണ്. ഞാൻ ചോദിച്ചത്, ഭക്ഷണം കഴിച്ചിട്ട് ഒരല്പസമയം ഏതായാലും ഉറങ്ങാൻ പോവല്ലേ, ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ കലഹമാകുന്ന പരിശുദ്ധ ഖുർആൻ അതൊന്ന് എടുത്ത് ഓതി നാക്കലുണ്ട് ഉസ്താദേ. 1/2 മണിക്കൂർ എല്ലാ ദിവസവും 1/2 മണിക്കൂർ ഖുർആൻ ഓതലുണ്ട് ഞങ്ങള്. ഇന്നലെ ഈ ഉറൂസ് ഇന്ന് തുടങ്ങിയതാണ്. ഇന്നലെ രാത്രി വീട്ടിൽ നിന്ന് ഞങ്ങൾ ഖുർആൻ ഓതുകയായിരുന്നു എന്ന് പറയാൻ പറ്റുന്ന ആളുകൾ ആരുണ്ട് നമ്മുടെ ഈ നാട്ടിൽ? ഇതാണ് എന്റെ ചോദ്യം. നിങ്ങൾ ആരും കൈ ഉയർത്തണ്ട, മറുപടി പറയണ്ട. ഉസ്താദുമാരൊക്കെ ചിലപ്പോ അങ്ങനത്തെ നല്ല നല്ല മനുഷ്യന്മാരുണ്ടായേക്കാം. ഞാൻ എന്നെ പോലത്തെ സാധാരണക്കാരോടാ ചോദിക്കുന്നത്, ആരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ ഒരു രാത്രി സമയത്ത് ഖുർആൻ പതിവാക്കിയ ആള്? ഇനിയും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് അങ്ങനെയല്ല ഉസ്താദേ, എത്ര ആളുകളാണ് രാത്രി ഉറക്കി എഴുന്നേൽക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോകുന്നത്? അങ്ങനെ വല്ല സംഭവവും വന്നു പോയാലോ എന്ന് ഭയപ്പെട്ടിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നത് അലം നജ്അൽ ലഹു ഐനൈനി വലിസാനം വശഫതൈൻ, കാണുന്നത് അല്ലാഹു തന്ന കണ്ണല്ലയോ? സംസാരിക്കുന്നത് അല്ലാഹു തആല തന്ന നാവല്ലയോ? അല്ലാഹു തആല തന്ന 2 ചുണ്ടുപയോഗിച്ചിട്ടല്ലേ സംസാരിക്കുന്നത്, സ്ഫുടമായി സംസാരിക്കുന്നത്? അല്ലാഹു നമുക്ക് എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ. അല്ലാഹു തന്ന നിഅമത്ത് അല്ലാഹു നിലനിർത്തി തരട്ടെ. എപ്പോഴാണ് സംസാരം തുടങ്ങിയത് എന്ന് നിങ്ങൾക്ക് വല്ല ധാരണയുമുണ്ടോ? നമ്മൾ എപ്പോഴാണ് സംസാരം തുടങ്ങിയത്? നമ്മൾ ഉമ്മാന്റെ പള്ളയിൽ നിന്ന് ഭൂമിയുടെ പ്രതലത്തിലേക്ക് തലകുത്തി മറിഞ്ഞ ദിവസം, എല്ലാവരും നമ്മളെ പ്രതീക്ഷിച്ചു നിന്ന ദിവസം, അത് വീട്ടിലൊരു സന്തോഷമുള്ള ആനന്ദമുള്ള റാഹത്തുള്ള ദിവസമായിരുന്നു. നമ്മളെ പ്രതീക്ഷിച്ച ആളുകൾ ലഡു വാങ്ങിയിട്ട് കാത്തു നിൽക്കുകയായിരുന്നു. നമുക്ക് ലഡു തരാനല്ല, മറ്റുള്ളവർക്ക് ലഡു വിതരണം ചെയ്യാനാണ്, മധുരം വിതരണം ചെയ്യാനാണ്. ഭാര്യ പ്രസവിക്കുമ്പോൾ ഭർത്താവ് ഗൾഫിൽ നിന്ന് ലീവ് എടുത്ത് വന്നതാണ്. പെങ്ങള് പ്രസവിക്കുമ്പോൾ ഡേറ്റ് ആകുമ്പോ ആങ്ങളെ വന്നിട്ടുണ്ട്. മകളെ പ്രസവത്തിന്റെ ഡേറ്റ് എത്തുമ്പോൾ ഗൾഫിൽ നിന്ന് ഉപ്പ വന്നിട്ടുണ്ട്. നാട്ടിലും വീട്ടിലൊക്കെ വലിയ സന്തോഷമായിരുന്നല്ലോ നമ്മുടെ ജനനം. ഓ സഹോദരങ്ങളെ, 5-6 മാസമായപ്പോൾ, ജനിച്ചിട്ട് 5-6-7 മാസമായപ്പോ നമുക്കൊരു പല്ല് വന്നത്, വായിൽ ഒരു ചെറിയ പല്ല് വന്നത് വീട്ടില് വലിയ സൗഭാഗ്യമായിരുന്നു. ഇന്നിപ്പോ ആ പല്ലിങ്ങനെ ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് ലൈക്കിനും കമന്റിനും കാത്തു നിൽക്കലാണ്. എന്തെല്ലാം കിട്ടിയും പുതിയ ലോകമാണ്. അതൊന്നും ഇല്ലാത്ത ഒരു ലോകത്ത്, വാട്സപ്പ് കൂട്ടായ്മയും കുടുംബ വാട്സപ്പ് ഒന്നും ഇല്ലാത്ത സമയത്തും ആ ഉമ്മക്കും ബാപ്പക്കും നിന്റെ പല്ല് കണ്ടുള്ള ചിരിയും മോണകാട്ടിയിട്ടുള്ള ചിരിയും വലിയ അത്ഭുതമായിരുന്നു. കുടുംബത്തിൽ അതൊരു വലിയ ചർച്ച തന്നെയായിരുന്നു. ഉമ്മാക്കും ബാപ്പാക്കും ഒന്ന് കാര്യമായ പണി എന്താണ്? ഈ ചെറിയ പല്ല് കൊണ്ട് കടിക്കുമ്പോൾ വായിലേക്ക് കൈ ഇങ്ങനെ വെച്ച് തന്നിട്ട് ആ കടിക്കുമ്പോ ഉണ്ടാകുന്ന വേദനയില്ലേ, ആ വേദന ഒന്ന് ആസ്വദിക്കലായിരുന്നു. എപ്പോഴാണ് സംസാരിക്കുന്നത്? 6 മാസം 7 മാസം 8 മാസം 10 മാസം 1 വയസ്സ്. 1 വയസ്സാകുമ്പോഴേക്ക് മോന്റെ വായിൽ നിന്ന് മെല്ലെ അക്ഷരങ്ങൾ വരുന്നില്ലെങ്കിൽ ഉപ്പാക്ക് എന്തൊരു പേടിയാണ്, ആധിയാണ്. ഉമ്മാക്ക് എന്തൊരു ആധിയാണ്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് മടവൂരിന്റെ അടുത്ത് കാക്കൂര് എന്ന് പറയുന്ന സ്ഥലമുണ്ട്, PC പാലം. അവിടെ വാതിന് പോയപ്പോൾ വാല് കഴിഞ്ഞിട്ട് വണ്ടിയിൽ കയറാൻ നോക്കുമ്പോ ഒരു ഉസ്താദ് വന്നിട്ട് മെല്ലെ പറഞ്ഞു, കാതിൽ പറഞ്ഞു, ഉസ്താദേ 3 വയസ്സായി മകന് ശരിയായ നിലക്ക് സംസാരിക്കാൻ തുടങ്ങിയിട്ടില്ല, കാര്യമായി ദ്വാരക്കണമെന്ന് ഈ നാട്ടിൽ വിശ്രമിക്കുന്ന മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ആ പൊന്നുമകനടക്കം ഞങ്ങൾ എല്ലാ മക്കൾക്കും ഞങ്ങൾക്കും നല്ല ഫസാഹത്ത് നൽകണം അല്ലാഹ്. ഞങ്ങൾ ആരുടെയും മക്കൾക്ക് ഒരു അഴിബും നൽകല്ലേ അല്ലാഹ്.
ഞാൻ പറയട്ടെ, ഉമ്മയും ബാപ്പയും കവിളത്ത് മുട്ടിയിട്ട് മോനെ ഉപ്പാന്ന് വിളിക്കേ, മോനെ ഉമ്മാന്ന് വിളിക്കേ, മോനെ അള്ളാന്ന് വിളിക്കേ, മോനെ മുത്തുനബിന്റെ പേര് പറയൂ. ഇങ്ങനെ ആവർത്തിച്ച് ആവശ്യപ്പെട്ടപ്പോൾ സുബ്ഹാനല്ലാഹ് ഉമ്മച്ചീന്ന് വിളിക്കുന്നില്ല, ഉമ്മ എന്നുള്ളൊരു ഒച്ച കേൾക്കാണ്. ചുണ്ടുകൂട്ടിയിട്ടുള്ള ഒരു മീമ വരുമ്പോൾ ഉമ്മാക്ക് എവറസ്റ്റ് കീഴടക്കിയ പവറിലാണ് ഉമ്മ ഉള്ളത്. മോൻ ഉമ്മാന്ന് വിളിച്ചു എന്നാണ് ഉമ്മ പറയുന്നത്. ഉമ്മാന്ന് ശരിക്കും വിളിച്ചിട്ടില്ല, ഒരു മീമ മാത്രം മോന്റെ വായിന്ന് വീണപ്പോൾ ഉപ്പാന്ന് വിളിച്ചിട്ടില്ല, ബാപ്പാന്ന് വിളിച്ചിട്ടില്ല. ഒറ്റ വർത്താനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഒരക്ഷരം വന്നപ്പോൾ ഹിമാലയത്തിന്റെ അപ്പുറം ആകാശം തൊട്ട പവറിലായിരുന്നു ബാപ്പ ഉണ്ടായിരുന്നത്. ഞാൻ പറയട്ടെ, അത്ര സൗഭാഗ്യത്തിൽ പ്രതീക്ഷയോടെ നമ്മളെ കൊണ്ടൊരക്ഷരം ഉച്ചരിപ്പിക്കാൻ വേണ്ടി പണിയിട്ട കാലമുണ്ടായിരുന്നില്ലേ? 7 മാസം 8 മാസം ഒക്കെ സമയമായപ്പോൾ അന്ന് തുടങ്ങിയതാ കൂട്ടുകാരാ നമ്മൾ സംസാരിക്കാൻ. അന്ന് തുടങ്ങിയതാണ് ഉപ്പാന്ന് വിളിക്കാൻ, ഉമ്മാന്ന് വിളിക്കാൻ, നാട്ടുകാരോട് സംസാരിക്കാൻ. 80 വയസ്സ്, 90 വയസ്സ്, 70, 60, 50, 40, 30, 20, 10 വ്യത്യസ്ത കാറ്റഗറിയിലല്ലേ നമ്മുടെ വയസ്സുള്ളത്. എത്രയാണ് നമ്മൾ ജീവിച്ച് ഇന്ന് മുതൽ ഇന്ന് വരെ സംസാരിച്ചത്? ഇന്ന് തന്നെ നേരം വെളുത്തെഴുന്നേറ്റ് എത്ര ആളുകളോടാണ് സംസാരിക്കുന്നത്? നമ്മൾ സംസാരിക്കുന്ന അക്ഷരങ്ങൾ എത്രയാണെന്ന് നിങ്ങൾക്ക് വല്ലപ്പെടുത്തുണ്ടോ? നമ്മൾ സംസാരിക്കുന്നതെങ്ങാനും വരമൊഴിയായി ലേഖനമായി പുറത്തു വരികയാണെങ്കിൽ അതേതെങ്കിലും പുസ്തകത്തിൽ ഒതുങ്ങുമോ? നമ്മൾ സംസാരിക്കുന്ന സംസാരം ആരെങ്കിലും എഴുതി വെക്കുകയാണെങ്കിൽ എത്ര വലിയ പുസ്തകം അച്ചടിച്ചാലാണ് അത് തീരുക? ഒരിക്കലുമില്ല. അപ്പൊ നമ്മുടെ സംസാരം എന്ന് പറയുന്നത് നമ്മുടെ വായനയേക്കാൾ പ്രവർത്തനത്തെക്കാളൊക്കെ ഏറെയാണ്. സുബ്ഹാന ജല്ലാ, കോടിക്കണക്കിന് അക്ഷരങ്ങളാണ് ഉരുവിടുന്നത്, ലക്ഷക്കണക്കായ വാക്കുകളാണ് പുറത്തു വരുന്നത്. ഞാൻ ചോദിക്കുന്നത് എന്താണെന്നറിയോ? ഈ സംസാരം തൗഫീഖ് നൽകിയ, സംസാരിക്കാൻ ഭാഗ്യം നൽകിയ അജയ്യനും പ്രതാപശാലിയുമായ അല്ലാഹു ആ റബ്ബ് സുബ്ഹാനഹു വ തആല തന്ന തൗഫീഖ് കൊണ്ട് സംസാരിക്കുമ്പോൾ ഈ സംസാരത്തിനൊരു അവസാനം ഉണ്ടാകൂലേ കൂട്ടുകാരാ? ഈ സംസാരത്തിനൊരു എൻഡ് ഉണ്ടാകൂലേ ഉമ്മമാരെ? ഇത് ലാസ്റ്റ് ഒന്നും നിന്നു പോകുന്ന ഒരു സമയമുണ്ടാകൂലേ? ആ സമയം എപ്പോഴാണ് നമുക്ക് നിശ്ചയമില്ല. എപ്പോഴാണ് ഉപ്പാന്റെ അവസാന സംസാരം, എപ്പോഴാണ് ഉമ്മാന്റെ അവസാന സംസാരം, നമ്മൾ തന്നെ എപ്പോഴാണ് അവസാനമായി സംസാരിക്കുന്നത് എന്നറിയില്ല. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, മൻകാന ആഖിറു കലാമിഹി അൻദൽ മൗതി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, ആരെങ്കിലും ഒരാൾ അവരുടെ അവസാന സമയം, അവസാനത്തെ വാക്ക് ആഖിറു കലാം, അതിന്റെ അപ്പുറം ഉപ്പാന്നൊരു വിളിയില്ല, അതിന്റെ അപ്പുറം ഉമ്മാന്നൊരു വിളിയില്ല, അതിന്റെ അപ്പുറം വെള്ളം വേണമെന്ന് പറയലില്ല, അതിന്റെ അപ്പുറം മോനെ ഡോക്ടറെ വിളിക്കുമെന്ന് പറയലില്ല. എല്ലാം കഴിഞ്ഞിട്ട് ഇനി ഒരു രക്ഷയുമില്ല. പറയേണ്ടവരോടൊക്കെ വിവരം അറിയിച്ചോളൂ എന്ന് ഡോക്ടർ പറയുന്ന ഒരു സമയമില്ലേ? അറിയിക്കേണ്ട ആളേക്ക് അറിയിച്ചോളൂ എന്ന് പറയുന്ന, വീട്ടിലേക്ക് മടക്കിക്കൊണ്ടു പോയിക്കോളൂ എന്ന് പറയുന്ന ഒരവസ്ഥയില്ലേ? ഏറ്റവും അവസാനം മരുന്നിനോട് രോഗിയോട് പ്രതികരിക്കാതെ നിങ്ങൾ ദൈവത്തോട് പറഞ്ഞു എന്ന് ഡോക്ടർമാര് പറഞ്ഞ് കൈമലർത്തുന്ന സമയമില്ലേ? ആ സമയത്ത് ജീവിതത്തിന്റെ അവസാന സമയം ഒരു മുഅ്മിനായ മനുഷ്യന്റെ നാവിൽ നിന്ന് അവസാനം പുറത്തേക്ക് വരുന്ന വാക്ക് അഫ്ളലു ദിക്റായ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്ക് അർഹനില്ല എന്ന അജയ്യമായ വാക്ക്. അല്ലാഹുവിന്റെ കലിമത്തായി ആദ്യം ഞാൻ പരിചയപ്പെടുത്തിയ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാനും എന്റെ മുൻഗാമികളായ അമ്പിയാക്കളും പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും അഫ്ളലായ വാക്ക്, അതിനേക്കാൾ ബഹുമാനമുള്ള മറ്റൊരു വാക്ക് ഈ ദുനിയാവിൽ ഒരാളും പറഞ്ഞിട്ടില്ല, ഇനി ഒരാൾക്ക് പറയാനുമില്ല. ഖൈറു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാനും എന്റെ മുൻഗാമികളായ ആദം നബി മുതൽ ഈസാ അലൈഹിസ്സലാം വരെയുള്ള എല്ലാ അമ്പിയാക്കളും ഞാനും എന്റെ മുൻകാലത്തുള്ള അമ്പിയാക്കളും പറഞ്ഞ വാക്കിൽ ഏറ്റവും ഖൈറായ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്.
ചൊല്ലൊരു 3 പ്രാവശ്യം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ല്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഫ്ളലു ദിക്ർ ചൊല്ലി ജീവിക്കാനും അഫ്ളലു ദിക്ർ ചൊല്ലി മരിക്കാനും അഫ്ളലു ദിക്റിന്റെ സുംറത്തിൽ ഒരുമിച്ച് കൂടാ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ചോദിക്കുന്ന ഞാൻ, രാത്രി ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങുന്നതിന്റെ മുമ്പേ 1000 ദിക്ർ ചൊല്ലാൻ സമയം കണ്ടെത്തിയവരാരും നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ അഭിപ്രായമുണ്ടോ? ഉസ്താദേ, ഏത് സമയത്താണ് കടന്നു പോവുക അതറിയാത്തത് കൊണ്ട് ദിക്ർ ചൊല്ലി കിടക്കാമെന്ന് കരുതിയിട്ട് ഒരാൾ ജീവിതകാലത്ത് ഏത് വാക്കാണോ കൂടുതൽ പറയുന്നത് അതാണ് മരിക്കുമ്പോൾ പറയാനേറെ സാധ്യതയുള്ളത്. അതുകൊണ്ട് അക്തിറൂ ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് അധികരിപ്പിക്കണേ എന്നല്ലേ മഹാന്മാര് പഠിപ്പിച്ചത്. അതുകൊണ്ട് 1/2 മണിക്കൂർ 1 മണിക്കൂർ ഞങ്ങൾ ഉറങ്ങാൻ ഏതായാലും താമസിക്കല്ലേ. ഞങ്ങൾ രാത്രിയിൽ വീട്ടിൽ ദിക്ർ ചൊല്ലുകയായിരുന്നു. ഇങ്ങനെ പറയാൻ പറ്റുന്ന ആരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ഞാനിപ്പോ ഉപയോഗിക്കുന്ന ഈ ടാബ് നമ്മുടെ ഒരു സ്നേഹിതൻ വാങ്ങി തന്നതാണ്, ഹദിയ ചെയ്തതാണ്. അല്ലാഹു അദ്ദേഹത്തിന് കുടുംബത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ. ഒരു ആഫിയത്ത് പോരാ, അല്ലാഹു നമുക്ക് ആഫിയത്ത് തരട്ടെ. ശഅബാൻ മാസമാണ്, അല്ലാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ ഭാര്യന്റെ ഉപ്പ അഹ്മദ് ഖാൻ, അദ്ദേഹം നമ്മുടെ വല്ലാത്തൊരു മഹബത്തുള്ളൊരു കുടുംബമാണ്. എന്നോട് പലപ്പോഴും പറയേണ്ട ഉസ്താദ്, നിങ്ങൾ മദ്ഹ് റസൂൽ വഅദ് കേട്ടിട്ടാണ് രാത്രി ഉറങ്ങില്ല. അല്ലാഹ് നമ്മളെയും ബന്ധം അല്ലാഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചാരത്ത് ഒരുമിച്ച് കൂടാൻ പറ്റുന്ന, അല്ലാഹുവിന്റെ അർശിന്റെ തണൽ കിട്ടുന്ന, അല്ലാഹുവിന്റെ ലിഖായിൽ ഒരുമിച്ച് കൂടാൻ പറ്റുന്ന ബന്ധങ്ങളാക്കി അല്ലാഹു ദൃഢപ്പെടുത്തി തരട്ടെ. രാത്രി ഉറങ്ങിയതാണ് അദ്ദേഹവും ഭാര്യയും. അല്ലാഹ് തഹജ്ജുദ് നിസ്കരിക്കുന്ന കുടുംബമാണ്. 85 വയസ്സുണ്ടാവും അഹ്മദ് ഖാക്ക്. സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് ഭാര്യ ഓറ വിളിച്ചു, എഴുന്നേൽക്കുന്നില്ല. അപ്പൊ എന്തെങ്കിലും ക്ഷീണം കൊണ്ട് കിടക്കുകയായിരിക്കും. ഏതായാലും ഇനി നമുക്ക് സുബഹി ബാങ്ക് കൊടുത്തിട്ട് വിളിക്കാന്ന് കരുതി പെണ്ണുങ്ങൾ പോയി വുളൂ ചെയ്തിട്ട് പുറത്ത് റൂമിൽ നിന്ന് നിസ്കരിച്ചു. സുബഹി ബാങ്ക് അടുത്ത പള്ളിയിൽ നിന്ന് കൊടുത്തപ്പോൾ വന്നിട്ട് വിളിച്ചു, അഹ്മദ് കണ്ണു തുറക്കണില്ല, എഴുന്നേൽക്കുന്നില്ല. അപ്പൊ ഒരു പേടിയായി. മക്കളെ വിളിച്ചു, അവര് വന്നിട്ട് ഉപ്പാനെ വിളിച്ചു, ഉപ്പാന്ന് വിളിച്ചു, അവർ അനങ്ങണില്ല, എഴുന്നേൽക്കുന്നില്ല. പിന്നെ കരച്ചിലായി. അയൽവാസികളെ അറിയിച്ചു, അവര് വന്നു. 4-5 വീട് അപ്പുറത്തൊരു ഡോക്ടറുള്ള വീടുണ്ട്, അയൽവാസിയാണ്. അദ്ദേഹം വന്നിട്ട് നോക്കിയിട്ട് പറയുന്നു, അഹ്മദ് ഖാൻ നേരത്തെ പോയി കേട്ടോ. സുബ്ഹാന ജല്ല ജലാലു. സ്വന്തം ശരീരത്തോട് മുട്ടിക്കിടക്കണം, ഒരേ കട്ടിൽ ശരീരത്തോട് ടച്ച് ചെയ്ത് കിടക്കുന്ന ഭർത്താവിന്റെ റൂഹം പിടിച്ച് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പാതിരാ സമയത്തെപ്പോഴോ പാറിപ്പോയത്, പറന്നുപോയത് ശരീരത്തോട് ഒട്ടിക്കിടക്കുന്ന ഭാര്യ അറിഞ്ഞിട്ടില്ല. ഇത്രയാട് മനുഷ്യന്റെ ആയുസ്സിനും കൂടെ ഞാൻ ഇടക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമുക്കെല്ലാം അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ്സ് തരട്ടെ. ഇപ്പൊ ഏത് സമയത്താണ്, എവിടെയാണ്, എപ്പോഴാണ് തീർന്നു പോവുക എന്ന് വല്ല നിശ്ചയമുണ്ടോ? അതില്ലാത്തത് കൊണ്ട് തന്നെ ഉസ്താദേ ഉറങ്ങുന്നതിന് മുമ്പ് ഒരല്പം ദിക്ർ ചൊല്ലുകയായിരുന്നു. ഇന്ന് ഉറൂസായത് കൊണ്ട് വേളേക്കാണ്. ഇന്നലെ വീട്ടിലുള്ള സമയത്ത് ഞങ്ങൾ ദിക്ർ ചൊല്ലുകയായിരുന്നു. ഒരു 1/2 മണിക്കൂർ എന്ന് പറയാൻ പറ്റുന്ന ആരാണ് നമ്മുടെ കൂട്ടത്തിൽ? ഈ പെരിയത്തടുക്ക മക്കാമിന്റെ പരിസരത്തുള്ള ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളോട്, എന്റെ നഫ്സിനോടും നിങ്ങളോടും ആരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ സമയം ഉപയോഗപ്പെടുത്തി അള്ളാനെ ഓർമ്മിക്കുന്നവരും? ഇനിയും ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഖുർആൻ ഓതുന്ന ആരുണ്ട് എന്നാണ് ഞാൻ ആദ്യം ചോദിച്ചത്. ദിക്ർ ചൊല്ലുന്ന ആരുണ്ട് എന്നാ ഞാൻ ചോദിച്ചത്. ഇനിയെ ഞാൻ ചോദിക്കുന്നത്, നമുക്കെല്ലാവർക്കും ഈ ആശയം കൊണ്ടുതന്ന ഒരു നേതാവില്ലേ? ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. മൻ റആ വജ്ഹക യസ്അദ് യാ കരീമൽ വാലിദൈനി ഹൗലുക സ്വാഫി മുബറദ് ബിറുദുനാ യൗമൻ നുശൂരി. ഈ
നാട്ടിൽ വിശ്രമിക്കുന്ന മഹാന്മാരുടെ ഉറൂസിന്റെ സമ്മാനമായി വിശുദ്ധമായ മദീനത്തുൽ മുനവ്വറയിലെ മസ്ജിദുൻ നബവിയിലെ ഹുജ്റത്തുൽ ഷരീഫയിൽ ക്ഷീണമില്ലാതെ വിശ്രമിക്കുന്ന മുത്തായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നല്ല ഒരു സമ്മാനം പോകട്ടെ. യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സ്വലവാത്തുല്ലാഹ് അലൈക്കും. അല്ലാഹുവേ, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വീകരിക്കുന്നവരിൽ, തങ്ങളെ സന്തോഷിപ്പിക്കുന്നവരിൽ, തങ്ങൾ സലാം മടക്കുന്നവരിൽ, തങ്ങൾ ചേർത്തു പിടിക്കുന്നവരിൽ സാധുക്കളായ ഞങ്ങളെയും കുടുംബത്തെയും ഒന്ന് പെടുത്തി തരണേ അല്ലാഹ്. ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കൽ നമ്മുടെ ബാധ്യതയല്ലേ, കടപ്പാടല്ലേ. ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് വേണ്ടിയല്ലേ ജീവിച്ചത്, നമുക്ക് വേണ്ടിയല്ലേ സുഖങ്ങൾ ഒഴിവാക്കിയത്, നമുക്ക് വേണ്ടിയല്ലേ സങ്കടങ്ങൾ ഏറിയത്. അല്ലാഹ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. സാമ്പിളിൽ ഞാൻ ഒരൊറ്റ വിഷയം പറയാം. ഹബീബായ തങ്ങൾ പറയുകയാണ്, എല്ലാ അമ്പിയാക്കൾക്കും ദുആക്ക് ഇജാബത്ത് റെഡിയുള്ള ഒരു ദുആ അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. എല്ലാ അമ്പിയാക്കൾക്കും ഒരു ദുആ എന്താണ് ദ്വാരക്കണത് അങ്ങനെ തന്നെ കൊടുക്കും. അങ്ങനത്തെ ഒരു ദുആ അല്ലാഹു കൊടുത്തിട്ടുണ്ട്. അമ്പിയാക്കൾ ദുആ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. അമ്പിയാക്കൾ എപ്പം ദ്വാരന്നാലും അല്ലാഹു കബൂലാക്കുന്നതാണ്. അത് പ്രത്യേകിച്ച് പറയണ്ടില്ലല്ലോ. അമ്പിയാക്കൾ ദ്വാരന്ന് സ്വീകരിച്ചില്ല പിന്നെ ആരെ ദുആയാണ് അല്ലാഹു സ്വീകരിക്കുക? അമ്പിയാക്കൾ ദുആ അല്ലാഹു സ്വീകരിക്കും. പക്ഷെ ഇങ്ങനെ പറയുമ്പോൾ ഈ ദുആഇന്റെ ബഹുമാനം എത്രയാണ്. എല്ലാ നബിമാർക്കും ഒരു ദുആ പ്രത്യേകമായി കൊടുത്തിട്ടുണ്ട്. അവർക്ക് ആവശ്യമുള്ളത് ചോദിക്കാവുന്നതാണ്. അത് തന്നെ അല്ലാഹു കൊടുക്കുന്നതാണെന്ന് അല്ലാഹുവിന്റെ ഓഫറാണ്. നമ്മുടെ നേതാവിന്റെ മനസ്സറിയുമോ? നമ്മുടെ നേതാവിന്റെ ജീവിതം അറിയുമോ? ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഓരോ നബിമാരും അവരുടെ ജീവിതത്തിന്റെ പ്രയാസഘട്ടങ്ങൾ വരുമ്പോൾ, സങ്കടമുള്ള സമയം വരുമ്പോൾ, അവര് കുടുക്കിൽ അകപ്പെടുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആ ദുആ ഉപയോഗിച്ചു. എനിക്കും എന്റെ റബ്ബൊരു ദുആ തന്നിട്ടുണ്ട്. എന്റെ ഉമ്മത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി, ആഖിറത്തിലെ വിജയത്തിന് വേണ്ടി ഞാൻ ആ ദുആ മാറ്റിവെച്ചു. നബി മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളെ ജീവിതത്തിൽ സങ്കടമില്ലാഞ്ഞിട്ടാണോ? തങ്ങളെ ജീവിതത്തിൽ പ്രയാസങ്ങളില്ലാഞ്ഞിട്ടാണോ? 7 മക്കളല്ലേ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായത്. 4 പെൺകുട്ടികളും 3 ആൺമക്കളും. നമുക്കറിയാലോ, അതിൽ 6 മക്കളെയും ഖബറടക്കിയ ബാപ്പയാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മുടെ മക്കൾക്ക് അല്ലാഹു ആഫിയത്ത് നൽകട്ടെ. നമ്മുടെ മക്കൾക്ക് അല്ലാഹു ദീർഘായുസ് നൽകട്ടെ. നമ്മളെ മക്കളെ അല്ലാഹു നമ്മളെ മരിപ്പിച്ചിട്ട് യതീമാക്കാതിരിക്കട്ടെ. യുവതികളായ ഭാര്യമാരെ അല്ലാഹു വിധവകളാക്കാതിരിക്കട്ടെ. അവരെ പെട്ടെന്ന് ക്ഷീണത്തിലാക്കി കിടത്തി അല്ലാഹു മരിപ്പിച്ചിട്ട് അമ്മയെ അല്ലാഹു സങ്കടത്തിലാക്കാതിരിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, ചെറിയ കുഞ്ഞിന് പല്ലുവേദന വന്നാൽ ബാപ്പന്റെ കണ്ണ് നിറയുകയാണ്. സുബ്ഹാനല്ലാഹ്, നിനക്കുള്ള രോദനമാൽ അവർ വിങ്ങുന്നതാ. അത് മാത്രമല്ല, നിനക്കുള്ള രോദനമാൽ അവർ വിങ്ങുന്നതാ. കരയാത്ത കണ്ണും കര കവിഞ്ഞൊഴുകുന്നതാ. നീ കരയുമ്പോൾ അവരെ കണ്ണ് നിറയും, നീ സങ്കടപ്പെടുമ്പോൾ അവര് സങ്കടപ്പെടും. അങ്ങനെ നിന്റെ രോഗവും നിന്റെ സങ്കടമൊക്കെ സങ്കടപ്പെടുത്തിയ ഉമ്മബാപ്പമാരില്ലേ? ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു കുട്ടിക്ക് രോഗം ബാധിച്ച് ആ കുട്ടി മരിക്കാണ്. സുബ്ഹാനല്ലാഹ്, അടുത്ത ആളുകൾക്ക് അങ്ങനെ അടുത്ത ആളുകൾ തങ്ങൾ വഫാത്താകുമ്പോൾ 7 മക്കളിൽ ആകെ ബാക്കിയുള്ളത് ഫാത്തിമത്തു ബിറാത്തു മിന്നീ, ഫാത്തിമന്റെ കടലിന്റെ കഷ്ണമാണെന്ന് പറഞ്ഞ ആ
പൊന്നുമോള് മാത്രമല്ലേ ബാക്കിയുള്ളത്. സുബ്ഹാനല്ലാഹ്, 3 പെൺകുട്ടികളെയും 3 ആൺമക്കളെയും 6 മക്കളെയും ഖബറടക്കിയത് പരിശുദ്ധമായ നബുവത്തിന്റെ കരങ്ങൾ കൊണ്ടല്ലേ. ഏതെങ്കിലും ബാപ്പക്കത് സഹിക്കാൻ പറ്റുമോ? ഞാൻ ചോദിക്കുന്നത്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കില്ലേ ദുആ? ഏതെങ്കിലും ഒരു കുട്ടിക്ക് രോഗമായപ്പോൾ, അല്ലെ രണ്ടാമത്തെ മൂന്നാമത്തെ കുട്ടിക്ക് ഇങ്ങനെ രോഗം വരുമ്പോ, മരിക്കുമ്പോൾ അല്ലാഹ് എന്ന ഒരൊറ്റ വിളി, അല്ലാഹ് എന്ന ഒരൊറ്റ വിളി, അല്ലാഹ് എന്ന ഒരൊറ്റ വിളി അല്ലാഹുവിന്റെ ഹബീബ് ആ ദുആ ഉപയോഗപ്പെടുത്തിയിരുന്നെങ്കിൽ, അല്ലാഹുവേ ഞാൻ മരിക്കുമ്പോൾ എന്റെ മക്കൾ എന്റെ ചുറ്റുഭാഗത്തുണ്ടാകണമെന്നത് എന്റെ ആഗ്രഹമാണ്. നിങ്ങളെല്ലാം ആഗ്രഹമല്ലേ? അങ്ങനെ മക്കളുണ്ടാകണം, അവരുടെ മുമ്പിൽ നമ്മൾ മരിച്ചു പോകണം, അവരുണ്ടാകുന്ന കാലത്ത് മരിക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവൂലേ? എന്നാൽ ഒരൊറ്റ ആഗ്രഹത്തിന് ഒരൊറ്റ വിളി, ആ ദുആ ഉപയോഗപ്പെടുത്തിയത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല, ഇല്ല. സങ്കടങ്ങൾ എത്ര വന്നാലും, പ്രയാസങ്ങൾ എത്ര വന്നാലും, പാതിരാ സമയത്ത് വിളിച്ചുകൊണ്ടുവന്ന് മലയുടെ താഴെ നിർത്തിയിട്ട് മേൽഭാഗത്തുനിന്ന് കരിങ്കല്ലുകൾ ഉരുട്ടി തലയിട്ട് കൊന്നുകളയാൻ ശ്രമിച്ചപ്പോഴും, അതാ ഒട്ടകത്തിന്റെ കുടൽമാല ചാർത്തിയിട്ട് അല്ലാഹുവിന്റെ ഹബീബിനെ പ്രയാസപ്പെടുത്തിയപ്പോഴും, കഴുത്ത് നിസ്കരിക്കാൻ കാബന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ കഴുത്തിലേക്ക് ശാല് മുറുക്കിയിട്ട് സുബ്ഹാനല്ലാഹ് ശ്വാസം കിട്ടാതെ പിടച്ചപ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഒന്ന് ഓടി വന്നിട്ട് കഴുത്ത് മുറുക്കിയ ആളെ തള്ളി മാറ്റിയിട്ടൊരു ചോദ്യം, അത്തഖ്തുലൂന റജുലൻ അയ്യഖൂല അല്ലാഹുവാണ് എന്റെ രക്ഷിതാവ്, അല്ലാഹുവാണ് എന്റെ റബ്ബ് എന്ന് പറഞ്ഞതിന് മാത്രം നിങ്ങൾ ഒരാളെ കൊല്ലുകയാണോ എന്ന് ചോദിച്ചിട്ട് തങ്ങളെ രക്ഷപ്പെടുത്തിയ ചരിത്രമില്ലേ? എന്നാൽ ഈ കഴുത്ത് മുറുക്കിയവനെതിരെ ആ ദുആ തങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. എല്ലാ അമ്പിയാക്കൾക്കുമുള്ള ദുആ അവരവരുടെ അവസരങ്ങളിൽ അവർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് കിട്ടിയ ദുആ നമുക്കെല്ലാവർക്കും വേണ്ടി തങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട്. കരളിന്റെ കഷ്ണമായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞാൻ എന്നെ കേൾക്കുന്ന എന്നോടും എന്നെ കേൾക്കുന്നവരോടും ചോദിക്കുന്നത്, ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്കൊന്ന് കാണാൻ ആശ വെക്കേണ്ടതില്ലേ? മൻ റആ വജ്ഹക യസ്അദ്, ഓ നബിയേ തങ്ങളെ വജ്ഹ് കണ്ടാൽ അവർ വിജയിക്കുന്നതാ. ലൈതനി ഖസ്വനി ബിറുയതി വജ്ഹിൻ സാല അൻ കുല്ലി മൻ റആഹു ശിഖാഉ. ഇഷ്ക് കൊണ്ട് കടൽ തീർത്ത ഇമാം ബുസൂരി തങ്ങളുടെ ഖസീദത്തുൽ ഹംസിയ. അല്ലാഹുവേ, എത്രയാളുകൾ തങ്ങളെ കാണുന്നു, എത്രയാളുകൾ തങ്ങളെ കണ്ട് സന്തോഷിക്കുന്നു. എന്റെ ഹബീബായ തങ്ങളെ കാണാൻ എന്നെ ഒന്ന് പ്രത്യേകമായി തെരഞ്ഞെടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ആ തങ്ങളെ കണ്ടാൽ പിന്നെ ദുനിയാവിലും ആഖിറത്തിലും പരാജയമില്ല. എന്തുകൊണ്ട് എന്റെ കൂട്ടുകാരാ, ഉറങ്ങാൻ ഏതായാലും പോവല്ലേ രാത്രിയില്? എന്നാൽ മഹാന്മാരായ ആശിഖീങ്ങൾ പറഞ്ഞത് കേൾക്കണോ? ഞാൻ അല്ലാഹുവിന്റെ ദിക്റിലും മറ്റുമൊക്കെയായി ഉറങ്ങാതെ നേരം വെളുക്കുന്നവരല്ലെങ്കിൽ സുബഹി വരെ ഉറങ്ങാതിരിക്കുമായിരുന്നു. പക്ഷെ എന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ രാത്രിയിലെ ഉറക്കിൽ എന്റെ അടുക്കൽ വന്നാലോ, തങ്ങളെ ഞാൻ ഇന്ന് കണ്ടെങ്കിലോ, അങ്ങനെ കരുതിയിട്ട് മാത്രമാണ് ഉറങ്ങുന്നത്. തങ്ങൾ വന്നെങ്കിൽ അത് മിസ്സായി പോകണ്ട, തങ്ങളെ കാണാൻ കിട്ടിയ വലിയ ഭാഗ്യല്ലേ എന്ന് കരുതിയിട്ട് മാത്രം ഉറങ്ങുകയാണ്. അല്ലെങ്കിൽ ഞാൻ ഉറങ്ങില്ലായിരുന്നു എന്ന് പറഞ്ഞ ആശിഖീങ്ങളില്ലേ? ഏതെങ്കിലും ഒരു രാത്രിയിൽ അല്ലാഹുവിന്റെ ഹബീബ് വിരുന്നു വരുമെന്ന പ്രതീക്ഷയിൽ, നമ്മുടെ റൂമിൽ തങ്ങളെത്തുമെന്ന പ്രതീക്ഷയിൽ, നമ്മുടെ സ്വപ്നത്തിൽ തങ്ങളെ കാണുമെന്ന ആശയിൽ ഒരു 100 സ്വലാത്ത്, ഒരു 500 സ്വലാത്ത് ചൊല്ലാൻ ഇശാ നിസ്കരിച്ചിട്ട് ഭക്ഷണം കഴിച്ച് കിടക്കുന്നതിന്റെ ഇടയിൽ സമയം കണ്ടെത്താറുണ്ടോ? ഇന്ന് റൂസിന്റെ സദസ്സിൽ വന്നിരിക്കുകയാണ്, ഇന്ന് വാളിന്റെ സദസ്സിൽ ഇരിക്കുകയാണ്. ഇല്ല ഇല്ല, അങ്ങനെ ഖുർആൻ ഓതുന്നവര് വളരെ കുറവാണ്, ദിക്റ് ചൊല്ലുന്നവര് വളരെ കുറവാണ്. സുബ്ഹാനല്ലാഹ്, സ്വലാത്ത് ചൊല്ലുന്നവരെ കാണാനില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ
ഏറ്റവും വലിയ അനുഗ്രഹമായ സമയമില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ആയുസ്സില്ലേ? ഈ ആയുസ്സിൽ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ നീങ്ങി പോവുകയാണ്. അല്ലാഹു നമുക്ക് ഖൈറും ബറക്കത്തും സന്തോഷവും നൽകട്ടെ. അല്ലാഹു തആല നമ്മളെ ഏറ്റെടുക്കട്ടെ. 2025 ഫെബ്രുവരി 1 ഇനി ഖിയാമത്ത് നാൾ വരെ ഈ ഡേറ്റിന് ഇശാ ബാങ്ക് വിളിക്കില്ല. 2025 ഫെബ്രുവരി 1 മഗ്രിബിന് ഒരിക്കലും നിങ്ങൾ കേൾക്കില്ല. ഇന്നത്തെ ഡേറ്റ് കഴിഞ്ഞുപോയി. നാളെ പുതിയ മഗ്രിബാണ്, നാളെ പുതിയ ഇശാ ആണ്, നാളെ ഉദിക്കുന്ന സൂര്യൻ പുതിയ സൂര്യനാണ്. ഇന്നത്തെ സൂര്യന്റെ ഉദയം കഴിഞ്ഞുപോയി, ഇന്നത്തെ ചന്ദ്രന്റെ ഉദയവും കഴിഞ്ഞുപോയി. സുബ്ഹാനല്ലാഹ്, കാലം പുതിയത് വരെയാണ്. നമ്മിൽ നിന്ന് സമയം നഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. പാതിരാ സമയത്ത് പെട്ടെന്ന് ഉറക്കം ഞെട്ടിയതാണ്. ഫാനില്ല, AC ഇല്ല, കറണ്ട് ഇല്ല, ഇൻവെർട്ടർ 2 ദിവസമായിട്ട് കേടാണ്, അതുമില്ല. ഊരാക്കൂരിട്ട് ഇല ഇണങ്ങിയാൽ കേൾക്കുന്ന നിശബ്ദത. പെട്ടെന്നാണ് ആരോ നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. നല്ല ഷൂട്ടിട്ട് ടൈൽസിൽ ചവിട്ടണത് പോലെ ഇങ്ങനെ ഒരു സൗണ്ട് കേൾക്കണം. ഞെട്ടിപ്പോയി. ശ്രദ്ധിച്ച് കേട്ടപ്പോഴാണ് ഇരുട്ടത്ത് മനസ്സിലായത്. വൈകുന്നേരം ടൗണിൽ പോയിട്ട് നല്ലൊരു ക്ലോക്ക് വാങ്ങി. ആ ക്ലോക്ക് മേശന്റെ മേലെ ചാരിയിട്ട്, ചുമരിനോട് ചാരിയിട്ട് റൂമിൽ വെച്ചിട്ടുണ്ട്. അതിലുള്ള സെക്കൻഡ് സൂചി നടക്കുന്ന ഒച്ചയാ കേട്ടത്. എന്തൊരു പേടിയാന്നറിയാം. സംഗതി നേരത്തെ ഈ സൗണ്ട് ഉണ്ട്, പക്ഷെ മറ്റു സൗണ്ടുകൾക്കിടയിൽ കേൾക്കാഞ്ഞിട്ടാണ്. അതുകൊണ്ട് ആ ഫാനൊന്നും ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. ഈ പാതിരാ സമയത്ത് ഈ കേൾക്കുന്ന സൗണ്ട് ഉണ്ടല്ലോ, ഇതൊരു ഡേഞ്ചർ സിഗ്നലാണ്. ആ സെക്കൻഡ് സൂചി നടക്കുന്ന ചവിട്ടുണ്ടല്ലോ, അത് ഈ മുതലാളിക്ക് കിട്ടുന്ന ചവിട്ടാണ്. പൈസ കൊടുത്ത് വാങ്ങിക്കൊണ്ടെന്നില്ലേ? ഈ കിടക്കുന്ന നമ്മുടെ നെഞ്ചത്താണ് ഓരോ ചവിട്ടും വീഴുന്നത്. ചവിട്ടി താഴ്ത്താൻ, വലിക്കാൻ, പുറത്തോട്ട് തള്ളാൻ. എന്റെ കറക്കം നിങ്ങളുടെ ആയുസിന്റെ ചുരുക്കം. അങ്ങനെയാണ് ആ സൂചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ ഒരു ചവിട്ട് ചവിട്ടിയാൽ നിങ്ങൾ 2025 ഫെബ്രുവരി 1 ഒരു സെക്കൻഡ് കഴിഞ്ഞു. അടുത്ത സെക്കൻഡ്, അടുത്ത മിനിറ്റ്, അടുത്ത മണിക്കൂർ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നുകൂടി ഞാൻ പറയാം. നിങ്ങളെ വീട്ടിൽ ക്ലോക്ക് ഉണ്ട്, നിങ്ങളെ കയ്യിൽ വാച്ചുണ്ട്. ഇത് നിന്ന് പോയാൽ, ഇതിന്റെ സെക്കൻഡ് സൂചി നടക്കാതെയായാൽ, ക്ലോക്ക് നിന്നാൽ നിങ്ങൾ പറയോ ഏതായാലും അൽഹംദുലില്ലാ കുറച്ചു നേരം സമയം പോകാണ്ടിരിക്കട്ടെ? ഇല്ല, മൂപ്പര് നടന്നിട്ടില്ലെങ്കിൽ സമയം പോകും. അതുകൊണ്ട് എന്ത് ചെയ്യും? പെട്ടെന്ന് ബാറ്ററി മാറ്റിയിടും. മൂപ്പര് നിൽക്കാൻ അനുവദിക്കൂല. ഓടിക്കാണ്. ആരെയും കൊണ്ടാണ് ഓടുന്നത്? ഈ വാച്ച് കെട്ടിയോനെയും കൊണ്ട് വാച്ചിലെ സെക്കൻഡ് സൂചി ഓടുകയാണ്. ക്ലോക്ക് ഏത് വീട്ടിലാണോ ഉള്ളത്, ആ ക്ലോക്ക് അതിന്റെ മുതലാളിയെയും കൊണ്ട് ഓടുകയാണ്. എങ്ങോട്ടാണ് പോകേണ്ടത്? അതേ സ്ഥലത്തേക്ക് തന്നെ ലൊക്കേഷൻ തെറ്റാതെ കൊണ്ടുപോകുന്നതാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ ദുനിയാവെന്ന് പറയുന്ന വല്ലാത്ത ലോകം, ഈ ദുനിയാവിനെ സംബന്ധിച്ച് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണ്? ഇത് ആഖിറത്തിലേക്കുള്ള കൃഷിസ്ഥലമാണെന്നാണ്. ഈ കൃഷിസ്ഥലത്ത് അധ്വാനിച്ചിട്ട് ഫലം കൊയ്തവരാണ് മഹാന്മാർ. അവരുടെ മസാറിൽ വന്ന് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ ഒരൽപ്പം ശ്രദ്ധയോടെ വിഷയങ്ങളെ കൈകാര്യം ചെയ്യണേ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, മനുഷ്യന്മാർക്ക് എല്ലാം എത്ര കേട്ടാലും എത്ര ചെയ്താലും എന്നാലും നമുക്കൊരു പ്രശ്നമുണ്ട്. എന്താണത്? ഇതൊന്നും ഞാൻ ഈ പറയുന്നൊന്നും വേണ്ടെന്നില്ല. എല്ലാം ദുനിയാവിലും ആഖിറത്തിലും വേണ്ടെന്നെ. അതേ സമയത്ത് നമ്മളൊരു മക്കാമിലെത്തിയാൽ നമ്മള് ദുനിയാവിന്റെ വിഷയമാണോ പറയാ, ആഖിറത്തിന്റെ വിഷയമാണോ ആദ്യം പറയാ? അല്ലാഹു നമ്മളെ ഖൽബ് നന്നാക്കി തരട്ടെ. നമുക്ക് ഈ കൂട്ടത്തിൽ തന്നെ പ്രായമുള്ള ആളുണ്ടോ? അല്ലാഹു പ്രായമുള്ള ചെറുപ്പക്കാർക്ക് നമുക്ക് എല്ലാവർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് തരട്ടെ. പ്രായമുള്ള ആൾ കണ്ടാൽ അവരധികവും പറയുന്നത് അറിയാം, ഉസ്താദേ ആഖിബത്ത് നന്നാകാൻ വേണ്ടി ദ്വാരക്കണം. അത് പഴയ കാലത്തെ പഠിച്ചു വന്നൊരു ശൈലിയാണ്. ആഖിബത്ത് നന്നാകാൻ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് മരിക്കുമ്പോൾ റാഹത്തോടെ മരിക്കുക. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. പൊതുവേ അത് കുറഞ്ഞു വന്നു. നമുക്ക് എന്തെങ്കിലും ദുനിയാവിന്റെ വിഷയങ്ങൾ ഉണ്ടാവും.
അതാണ് പെട്ടെന്ന് പറയാം. ഒരു മക്കാമിലെത്തിയാൽ നമ്മൾ എന്ത് വിഷയമാണ് ആദ്യം ഒരു കാര്യമായിട്ട് പറയാ? നമ്മൾ പറയാ വിസ കിട്ടണം, കച്ചവടം ഉഷാറാകണം, ഇതൊന്നും പറഞ്ഞൂടെ? പറയണം. ചെരുപ്പിന്റെ വള്ളി പൊട്ടിയാലും അള്ളാഹുവിനോട് ദ്വാരക്കണമെന്ന് പരിശുദ്ധ മുഹമ്മദുർ റസൂലുള്ളാഹ്. ചെരുപ്പിന്റെ വള്ളി പൊട്ടിയാൽ അള്ളാഹിനോട് പറയണം. എല്ലാ വിഷയം അള്ളാഹിനോട് ദ്വാരക്കണം. ഒക്കെ ഒന്നും ഡൗട്ടില്ല, ഒക്കെ അള്ളാഹിനോട് തന്നെ പറയേണ്ടത്. ഞാൻ ഇന്ന് എതിരല്ല, ഞാൻ പറയണത് ഇതിന്റെ ആത്മീയ വശം പറയാൻ വേണ്ടി പറയാണ്. നമ്മുടെ ഒരു മക്കാമിലെത്തിയാൽ നമ്മളെന്താ ചെയ്യാ? നമ്മളെ ദുനിയാവിന്റെ കാര്യം തന്നെയാണ് പറയാ, ദുനിയാവിന്റെ കാര്യം തന്നെയാണ് പറയാ. പലയിടങ്ങളിൽ ഞാൻ പറയാറുണ്ട്. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു വലിയ അധികാരമുള്ള കൊട്ടാരത്തിൽ താമസിച്ച വലിയ സന്തോഷത്തോടെ അടിച്ചു പൊളിച്ച് ജീവിച്ച രാജാവാണ്. അല്ലാഹുവിൽ ഖൽബ് ലയിച്ച് അല്ലാഹുവിന്റെ മാരിഫത്തിന്റെ ഇൽമ കിട്ടിയിട്ട് എല്ലാം വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങി അങ്ങ് പോവാണ്. തറഖ്തുൽ ഖൽഖ തുറം ഫീ റിളാക വൈതംതുൽ അലി കൈ അറക ഫലൗ ഖതഅതനി ഫിൽ ഹുബ്ബി റബാ لمعن الفؤاد إلى سواك. അല്ലാഹുവേ, നിനക്ക് വേണ്ടി ഞാനിതാ ദുനിയാവ് മുഴുവനും ഒഴിവാക്കി. അല്ലാഹ്, നിന്നെ കാണണോ എനിക്ക്? നിന്നെ കാണാൻ വേണ്ടി ഞാൻ എന്റെ മക്കളെ യതീമുകളാക്കി. അല്ലാഹ്, നിന്നെ അന്വേഷിച്ചുള്ള എന്റെ യാത്രയിൽ ഞാൻ കഷ്ണം കഷ്ണമായി വെട്ടിമുറിച്ചാലും വെട്ടിമുറിക്കപ്പെട്ടാലും ലമഅന്നൽ ഫുആദു ഇലാ സിവാക, നീ അല്ലാതൊരു രക്ഷിതാവിലേക്ക് എന്റെ കൽബ് ചാഞ്ഞു പോകൂല എന്ന് പാട്ടുപാടി കൊട്ടാരത്തിൽ നിന്നിറങ്ങി ഇബ്രാഹിം അദ്ദേഹം തങ്ങള്. എല്ലാ ദുനിയാവ് ഉപേക്ഷിച്ച് അധികാരം ഉപേക്ഷിച്ച ഇബ്രാഹിം അദ്ദേഹം തങ്ങള് ഓറ ഖബറിന്റെ അടുത്ത് എത്തിയാലും നമ്മളെ തന്നെ പറയാ, എനിക്കിപ്പോ 5 സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, 6ാമത്തെ മറ്റന്നാ തുടങ്ങുന്നുണ്ട്, ഓറ ബർക്കത്തോണ്ട് ശരിയാക്കി തന്നെ തന്നെ പറയാ. ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞു പോയ ആളാണ് ഓരോരുത്തെത്തിയാലും നമ്മളെ ബിസിന്റെ കാര്യം തന്നെ പറയാന്നാ ഞാൻ പറഞ്ഞത്. മോശമായിട്ടല്ല, അങ്ങനെയാണ് പൊതുവേ വരിക. ദുനിയാവിന്റെ സംഗതികളാണ് പെട്ടെന്ന് മുന്നിൽ മുഖ്യമായും വരിക. അതേ സമയത്ത് അല്ലാഹു ജല്ല ജലാലു ഈ ദുനിയാവിന് വില കൽപ്പിക്കുന്നില്ല. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുനിയാവിന് വില കൽപ്പിക്കുന്നില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, നോക്ക് നിങ്ങൾ, സുയ്യിന ലിന്നാസി ഹുബ്ബുശ് ശഹവാതി മിനൻ നിസാഇ വൽ ബനീന വൽ ഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദ വൽ ഖൈലിൽ മുസവ്വമതി വൽ അൻആമി വൽ ഹർഫ്. ദുനിയാവിലുള്ള കുറെ സംഗതികൾ അല്ലാഹു പറയാണ്. മനുഷ്യന്മാരുടെ കൽബിൽ സ്ഥാനമുള്ളതും ഭംഗിയായി തോന്നിപ്പിക്കപ്പെടുന്ന കുറെ സംഗതികളെ സംബന്ധിച്ച് ഒന്ന് ഇച്ഛകളോടുള്ള ഹുബ്ബുശ് ശഹവാത്ത്, ആഗ്രഹങ്ങളാണ്, ഇച്ഛകളോടുള്ള താല്പര്യമാണ്. പിന്നെ അത് മിനൻ നിസാഇ, ഭാര്യമാര് അല്ലെങ്കിൽ പെണ്ണുങ്ങള്, ഭാര്യമാരോട് സ്നേഹം, മഹബത്ത്, കുടുംബജീവിതമൊക്കെ അല്ലാഹു സന്തോഷാക്കട്ടെ. പിന്നെ വൽ ബനീൻ, മക്കള്, ഭാര്യ, കുടുംബം, വൽ ഖനാതീരിൽ മുഖന്തറ മിനൽ ദഹബി വൽ ഫിദ്ദ, സ്വർണ്ണവും വെള്ളിയെല്ലാം കൂട്ടി ഇട്ടിട്ട് വലിയ സ്വത്ത്. സ്വർണ്ണവും വെള്ളി വന്ന് ഇന്നിപ്പോഴാണെങ്കിൽ കറൻസി ആണെങ്കിൽ കറൻസി, ഒരാൾക്ക് നല്ലോണം കച്ചവടം ഉണ്ട്, 5, 10 സൂപ്പർ മാർക്കറ്റ്, 15, 20. ആർക്കും ഒരു സംഗതി തുടങ്ങിയിട്ട് മതിയാവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? 10 വലിയ സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ മെഗാ മാർട്ടുള്ള ഒരാള്, അയാൾ 11ാമത്തിന് സ്ഥലം അന്വേഷിച്ച് നടക്കുകയാണ്. ദുനിയാവിൽ ആർക്കും മതിയാകൂല. ദുനിയാവ് കിട്ടിയാലുണ്ടോ തീരുന്ന്. സുബ്ഹാനല്ലാഹ്, വൽ ഖൈലിൽ മുസവ്വമ, നല്ല ലക്ഷണമൊത്ത നല്ല വാഹനം, കുതിര എന്ന് പറഞ്ഞാൽ നല്ല വാഹനം. ഇപ്പോൾ നല്ല വിലപിടിപ്പുള്ള കാറ്, സംവിധാനങ്ങളൊക്കെ ഉണ്ട്. വൽ അൻആമി വൽ ഹർഫ്, നല്ല കൃഷിയുണ്ട്, മൃഗങ്ങളുണ്ട്. ഇതെല്ലാം മനുഷ്യന്റെ കൽബിൽ പിടുത്തമുള്ളതാണ് എന്നല്ല പറയാണ്. എന്നിട്ട് അല്ലാഹ് പറയാണ്, ദാലിക മതാഉൽ ഹയാത്തി ദുനിയാ, ഇതെല്ലാം ഈ താഴ്ന്ന ദുനിയാവിന്റെ സുഖവസ്തുക്കളാ. ഇതെല്ലാം ഈ ദുനിയാവിന്റെ താഴ്ന്ന ദുനിയാവിന്റെ ആഡംബര വസ്തുക്കളാണ്, ഉപയോഗ വസ്തുക്കളാണ്. എന്നിട്ട് പറയുന്നു, വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലാണ് ശരിയായ മടക്ക സ്ഥലമുള്ളത്, സ്വർഗമുള്ളത്.
പറയൂ നബിയെ, ചോദിക്കൂ നബിയെ, നിങ്ങൾക്ക് ഇതിനേക്കാൾ ഖൈറായത് ഞാൻ പറഞ്ഞു തരട്ടെ? ഭാര്യ, ഭർത്താവ്, മക്കള്, കുടുംബം, കച്ചവടം, കൃഷി, വാഹനം, അങ്ങനെ ദുനിയാവിൽ കാണുന്ന ഏത് സന്തോഷങ്ങളുണ്ടോ അതിനേക്കാളൊക്കെ ഖൈറായത് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് ചോദിക്കൂ നബിയെ. ലില്ലദീന തഖൗ ഇൻദ റബ്ബിഹിം ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. അടിവാരത്തിലൂടെ ഒഴുകുന്ന പുഴയൊഴുകുന്ന നല്ല തോട്ടം അല്ലാഹുവിങ്കൽ ഒരുക്കി വെച്ചിട്ടുണ്ട് മുത്തഖീങ്ങൾക്ക്. ഖാലിദീന ഫീഹാ. അതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ആ സ്വർഗത്തിൽ കാലകാലം താമസിക്കാമെന്നതാണ്. ഇവിടെ ഒരുപാട് വീടുകളുണ്ട്, നല്ല ഖൈറായ വീട്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഭക്ഷണം തന്ന വീട്ടുകാർക്ക് അല്ലാഹു പ്രത്യേകിച്ച് ബർക്കത്ത് കൊടുക്കട്ടെ. എത്രയോ നല്ല നല്ല ഖൈറായ വീടുണ്ടാവും. എത്ര നല്ല വീടുണ്ടായാലും ആ വീട്ടുകാർക്ക് ഒരു ഗ്യാരണ്ടി ഉണ്ടാവില്ല. ഒരാൾ പുതിയ പുര കിട്ടും, ആരെങ്കിലും പറയും 1 കൊല്ലത്തേക്ക് ഉള്ള സാധനം മതി, 6 മാസത്തേക്ക് ഉള്ള പൈപ്പെല്ലാം മേടിക്കുമ്പോൾ 10 കൊല്ലത്തേക്ക് ഗ്യാരണ്ടി ഉള്ള സാധനം, അല്ലെങ്കിൽ 15 അപ്പുറം ഉണ്ടെങ്കിൽ അത് മേടിക്കും. ഏറ്റവും ഗ്യാരണ്ടി ഉള്ളതാണ് മനുഷ്യന്മാര് വന്ന സ്വന്തം ഉപയോഗത്തിന്. ഞാൻ ഓർത്തുപോവുകയാണ്, കാസർഗോഡ് ഒരു വാതിന് പോയി. അപ്പൊ എന്നെ ഒരു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു. എനിക്ക് ബന്ധമുള്ളൊരു വീടാണ്. അവിടെ 4.5 കോടി ഉറുപ്പ്യാലും ചെലവാക്കിയിട്ട് ഏകദേശം വലിയൊരു വീട്. ആ വീട്ടിൽ പ്രിയപ്പെട്ട കൂട്ടുകാരൻ വീട് കുടിയിൽ നടത്തിയിട്ട് ഒരാഴ്ചയായിട്ടില്ല, ഒരു 4-5 ദിവസമായിട്ടുണ്ടാവും. വീട്ടിൽ കുറച്ച് ഗസ്റ്റ് വന്നു. അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പെണ്ണുങ്ങൾ പറഞ്ഞു, ഫ്രിഡ്ജില് മാംസെല്ലാം കഴിഞ്ഞിട്ടുണ്ട്, ഞാനത് വാങ്ങാൻ വേണ്ടിയിട്ട് ഉപ്പളയിലേക്ക് പോയതാ. ബൈക്കിൽ, ബുള്ളറ്റിൽ, സുബ്ഹാനല്ലാഹ്, കാർ വീട്ടിലുണ്ട്, ബുള്ളറ്റ് എടുത്ത് പോയതാണ്. ഒരു ടിപ്പറുമായിട്ട്, ഒരു വണ്ടിയുമായിട്ട് അടിച്ചതാണ്. ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് മുമ്പ് എന്നെ ആള് തീർന്നുപോയി. ഞാൻ ആ മയ്യത്ത് സംസ്കരണത്തിന്റെ പരിപാടിയിലൊക്കെ ഞാൻ പങ്കെടുത്തിരുന്നു. കുറച്ചു നാള് കഴിഞ്ഞ് നമ്മളെ ഉച്ചിലങ്കോട് മാലിക് ദിനാർ ഉറൂസിന് വാതിന് പോയപ്പോൾ ആ കുടുംബക്കാർ അവിടെ ഉണ്ട്. അവർ പറഞ്ഞു, ഉസ്താദ് നമുക്ക് ആ വീട്ടിലൊന്ന് പോയി ദ്വാരക്കണമെന്ന് പറഞ്ഞ് ഞാൻ ആ വീട്ടിലേക്ക് പിന്നെയും ഒന്ന് പോയി. അവിടെ നിന്ന് യാസീൻ ഓതിയിട്ട് ദ്വാരക്കുമ്പോൾ ഈ മരണപ്പെട്ടു പോയ കൂട്ടുകാരന്റെ 1.5-2 വയസ്സ് പ്രായമുള്ള മകളുണ്ട്. ചെറിയ മകൾ, ഓമനത്തുള്ള ചെറിയ മോള്. ആ മകൾ ആരോ സന്തോഷിപ്പിക്കാൻ വേണ്ടി വാങ്ങിക്കൊടുത്തിയ ചെറിയ ചെലങ്കയുള്ള ദഫുണ്ട്. ആ ദഫ് ഇങ്ങനെ എടുത്തിട്ട് ഞങ്ങളെ മുമ്പിലിരുന്നിട്ട് സോഫയിൽ ഇരുന്നിട്ട് ഇങ്ങനെ മുട്ടിയിട്ട് പാട്ട് പാടുന്നു. സുബ്ഹാനല്ലാഹ്, ദ്വാരക്കുന്നതിനിടയിൽ കണ്ണ് നിറഞ്ഞു പോയി. കാരണം ഉപ്പാക്കാണ് യാസീൻ ഓതുന്നത് എന്നറിയാം, പ്രായമാകാത്ത മകള്. ഉപ്പക്കാണ് ദ്വാരക്കുന്നത് എന്ന് ചിന്തിക്കാൻ കഴിയാത്ത പ്രായമാകാത്ത പൊന്നുമോള്. നമ്മളെ മക്കളെ അല്ലാഹ് യതീമാക്കാതിരിക്കട്ടെ. ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അല്ലാഹ് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആ മക്കൾക്ക് അല്ലാഹു സംരക്ഷണം ഒരുക്കട്ടെ. എത്ര പത്രാസുള്ള പവറുള്ള വീട്. ആ വീട്ടുകാരൻ 4-5 ദിവസമാണ് ആകെ ആ വീട്ടിൽ താമസിച്ചത്. ദുനിയാവിന്റെ ഒരു ഗറൂറത്ത് കണ്ടു, ദുനിയാവിന്റെ ഒരു ചതിവ് കണ്ടു. ദുനിയാവെന്ന് പറയുന്നത് ചതിവിന്റെ ലോകമാണ്. ദുനിയാവിന്റെ ലോകം ഒരു ചതിവിന്റെ ലോകമാണ്, ഒരു വഞ്ചനയുടെ ലോകമാണ്. ആഖിറത്തെ സംബന്ധിച്ച്, അല്ലാഹുവിന്റെ അടുക്കലുള്ള സ്വർഗ്ഗത്തെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നത് ഖാലിദീന ഫീഹാ. അവിടെ കാലകാലം ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടതില്ല. അസ്വാജും മുതഹറ, നല്ല പരിശുദ്ധരായ ഇണകളുണ്ട് അവിടെ. അതിനേക്കാളെല്ലാം അപ്പുറത്ത് അല്ലാഹുവിന്റെ പൊരുത്തമുണ്ടവിടെ, അല്ലാഹുവിന്റെ തൃപ്തിയുണ്ടവിടെ. അതെല്ലാറ്റിനേക്കാളും മേലെയാണ്. വല്ലാഹു ബസീറും ബിൽ ഇബാദ്. അല്ലാഹു തആല അവന്റെ അടിമകളെ കൊണ്ട് നന്നായി അറിയുന്നവനാ. സുഹൃത്തുക്കളെ, ദുനിയാവ് അല്ലാഹുവിന്റെ പരിഗണനയിലില്ല. അല്ലാഹുവിന്റെ പരിഗണനയിലുള്ളത് ആഖിറമാണ്. ദുനിയാവിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും. നിശ്ചയമായും അല്ലാഹു തആല നിങ്ങളുടെ രൂപത്തിലേക്ക് നോക്കുന്നില്ല, നമ്മളെ സ്റ്റൈലിലേക്ക് അല്ലാഹു നോക്കുന്നില്ല. അൽവാനിക്കും, നിങ്ങളുടെ നിറത്തിലേക്ക് അല്ലാഹു തആല നോക്കുന്നില്ല. സ്റ്റൈല് കൂടുതൽ ശ്രദ്ധിക്കൽ പെണ്ണുങ്ങളാണ്.
അവരെ കുറിച്ചുള്ള പഠനം തന്നെ ഭക്ഷണ സാധനത്തെക്കാൾ കൂടുതൽ അവർ പൈസ ചെലവാക്കുന്നത് സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്ക് വേണ്ടിയാണ്, മേക്കപ്പ് സാധനങ്ങൾക്ക് വേണ്ടിയാണ്. നമ്മളെ നാട്ടിൽ അങ്ങനത്തെ പെണ്ണുങ്ങൾ ഉണ്ടാവില്ല. അള്ളാഹു എല്ലാ പെണ്ണുങ്ങൾക്കും ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ഖൈർ നൽകട്ടെ, സൗന്ദര്യം വർദ്ധിപ്പിക്കും. ഇതൊന്നും അള്ളാഹുവിലേക്ക് നോക്കി അള്ളാഹ്ക്ക് താല്പര്യമുള്ള സംഗതിയല്ല. നിങ്ങൾ ദുനിയാവ് നോക്കിക്കോ, ചില സ്ഥലത്ത് നമ്മുടെ ജിംനേഷ്യം ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഞാൻ ഇതിനൊന്നും എതിരല്ല, എക്സസൈസ് ചെയ്യണം എന്നുള്ള ആളാണ്. എക്സസൈസ് ചെയ്യണമെന്ന് എതിരുള്ള ആളല്ല, ചെയ്യണം എന്ന് പറയുന്നത്. രാവിലെ സുബഹിക്ക് കുറച്ച് നടക്കണം എന്ന അഭിപ്രായമുള്ള ആളാണ് ഞാൻ. സുബഹിയെല്ലാം നിസ്കരിച്ച് രാവിലെ ഒന്ന് നടക്കൽ നല്ലതാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ശഖൗനായില നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞങ്ങൾ ആരോഗ്യ സംബന്ധിച്ചിട്ട് ആവലാതി പറഞ്ഞു, സങ്കടം പറഞ്ഞപ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലൈക്കും ബിന്നസ്ൽ, നിങ്ങൾ സ്പീഡിൽ കൈയെല്ലാം വീശി സ്പീഡിൽ നടന്നോന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അത് തങ്ങളുടെ നുബുവത്തിന്റെ നാവ് കൊണ്ടുള്ള സംസാരമാണ്. നമ്മളോടാണ് ഒരാൾ വന്നിട്ട് ഭയങ്കര ക്ഷീണം ഉസ്താദ് എന്ന് നമ്മ എന്താ പറയാ, ഈ അരമണിക്കൂറാണ് ഇരിക്കുന്ന പറയാ, അല്ലെ? ക്ഷീണമുള്ളവരോട് നടക്കുന്ന പറയാറുണ്ട്. ഇല്ല, ക്ഷീണം മാറാൻ ആരോഗ്യം റെഡിയാകാൻ ഏറ്റവും നല്ല കയ്യെല്ലാം വീശിയിട്ടുള്ള നടത്തമാണ്. അലൈക്കും ബിന്നസ്ൽ, നിങ്ങൾ നടത്തം നിർബന്ധമാക്കുന്നതാണ്. അപ്പൊ നല്ലോണം നടന്നാലേ ആഫിയത്ത് ഉണ്ടാവും. പക്ഷെ നടക്കുമ്പോൾ ആണുങ്ങളും പെണ്ണുങ്ങളും ഇടകലരാതെ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആഖിറവും കൂടെ രക്ഷപ്പെടുന്ന ആരോഗ്യം മതി എന്ന് ചിന്തിക്കാൻ അള്ളാഹു നമുക്ക് നല്ല ബുദ്ധിയും ഖൈറും തന്റെ ഇടവും തരട്ടെ. അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ഞാൻ ആ വിഷയം പറയല്ല, നിങ്ങൾ നോക്കി ആത്മീയത പറയാണ്. എവിടത്തേക്കാ പോണത്? നല്ല ജിംനേഷ്യത്തിലേക്ക് പോവാണ് ആള്. ഒരാള് നല്ല തടിച്ച മനുഷ്യനാണ്, ഒരാള് മെലിഞ്ഞ അലിഫ് പോലത്തെ മനുഷ്യനാണ്. ഒരാള് നല്ല മോട്ടാവാല, മറ്റേയാള് മെലിഞ്ഞൊട്ടിയ മനുഷ്യനാണ്. രണ്ടാളും പോകുന്നിടത്തേക്കാണെന്ന് അറിയോ? രണ്ടാളും പോകുന്നത് ജിംനേഷ്യത്തിലേക്കാണ്. എന്തിനാ ഒരാള് പോകുന്നത്? ഒരാള് ദ്വാരക്കെന്ന് പോകുമ്പോ അള്ളാഹുവേ 2 മാസം കൊണ്ട് ഈ മെഷീന്റെ ബർക്കത്ത് കൊണ്ട് എന്നെ ഇയാളെ പോലെ മെലിപ്പിച്ച് തരണേ, മെലിഞ്ഞ മനുഷ്യനാക്കണേ. നാം തടിച്ചോൻ ദ്വാരന്നിട്ട് പോകുന്നു. തടിച്ചോൻ കൈവീശിയാൽ പാറിപ്പോകാൻ മാത്രമേ മറ്റവനുള്ളൂ, മെലിഞ്ഞ മനുഷ്യൻ. അയാൾ എന്താ ദ്വാരക്കെന്ന് അറിയോ? അള്ളാഹുവേ 2 മാസം കൊണ്ട് ഈ മെഷീന്റെ മുകളിൽ തുള്ളിയിട്ട് എന്നെ ഇയാളെ പോലെ തടിപ്പിച്ച് തരണേ എന്നാണ് മറ്റവൻ ദ്വാരക്കുന്നത്. ദുന്യാവിന്റെ ഒരു അവസ്ഥ. രണ്ടും പരിശീലിപ്പിക്കുന്ന ഒരേ പരിശീലകനാ, ഒരേ സ്ഥലത്ത് ഒരേ സെന്ററിൽ രണ്ടുള്ള തടിയാൻ കടിക്കാനുള്ളത് അവിടെ ഉണ്ട്, മെലിയാനുള്ളത് ഞാൻ ഇതുവരെ പോയിട്ടില്ല, ഉണ്ട് എന്നാ പറയുന്നത്. അത് തെറ്റുന്നുള്ള സംഗതി ഒന്നല്ല. ഇത് രണ്ടും അള്ളാഹ്ക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ പോയ തെറ്റെന്നല്ല, അത് അള്ളാഹ് പരിഗണിക്കുന്നില്ല. നിങ്ങൾ മെലിഞ്ഞാലും പ്രശ്നമില്ല, നിങ്ങൾ തടിച്ചാലും പ്രശ്നമില്ല, നിങ്ങൾ കറുത്താളായാലും വെളുത്താളായാലും ഒന്നും അള്ളാഹുവിന്റെ പരിഗണനയിലുള്ളതല്ല. നിങ്ങൾ വാമ്പാലിക്കും നിങ്ങളെ സമ്പത്തിലേക്ക് അള്ളാഹു തആല നോക്കുന്നില്ല. നിങ്ങളെ സമ്പത്തൊന്നും അള്ളാഹുവിന്റെ പരിഗണനയിലില്ല. പിന്നെയോ നിങ്ങളെ ഹസ്ബിലേക്ക്, നിങ്ങളെ തറവാടിലേക്ക് അള്ളാഹ് നോക്കുന്നില്ല. വലാകിൻ അള്ളാഹുവിന്റെ നോട്ടം നിങ്ങളെ ഹൃദയത്തിലേക്കാണ്, വഅമാലിക്കും നിങ്ങളെ പ്രവർത്തനത്തിലേക്കാണ്. നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഖൽബിലേക്ക് അല്ലാഹ് നോക്കുന്നുണ്ട്, ഹൃദയത്തിലേക്ക് അല്ലാഹ് നോക്കുന്നു. നിങ്ങൾ തടിക്കുന്ന മസിലിന് എത്ര പവർ ഉണ്ട് എന്നല്ല നോക്കുന്നില്ല, നിങ്ങൾ വെളുത്തിട്ടോ കാത്തിട്ടോ എന്നല്ല നോക്കുന്നില്ല. പക്ഷെ നിങ്ങളെ ഹൃദയത്തിലേക്ക് അല്ലാഹ് നോക്കുന്നുണ്ട്. അത്തഖ്വാ ഹാഹുനാ, അത്തഖ്വാ ഹാഹുനാ, അത്തഖ്വാ ഹാഹുനാ. തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്. ഹൃദയത്തിന്റെ ശുദ്ധിയാണ് അല്ലാഹു തആല പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരോട് നമ്മുടെ ഹൃദയം ശുദ്ധമാക്കാനുള്ള പ്രവർത്തനത്തിൽ ഇറങ്ങണം. അല്ലാഹു ജല്ല ജലാലുഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്, ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഏത് സമയത്താണ് നമ്മളൊക്കെയും പിരിഞ്ഞു പോകേണ്ടത് എന്ന് നമുക്കറിയില്ല. നമ്മുടെ സ്ത്രീയുടെ ഭാഗത്തേക്ക് ബക്കറ്റ് വരുന്നുണ്ട്, നല്ല സ്വതക്ക കൊടുക്കണം. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ആമീനില്ലേ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നല്ല സ്വതക്ക കൊടുക്കണം. അല്ലാഹു തആല നമുക്ക് ഖൈറും ബർക്കത്തും നൽകട്ടെ. അതുപോലെ ഒരുപാട് ആളുകൾ സഹായിച്ചവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല നമ്മളെല്ലാവരെയും അല്ലാഹു തആല സഹായിക്കട്ടെ. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ അല്ലാഹു തആല നല്ല സഹായം അല്ലാഹു നൽകട്ടെ. രോഗങ്ങളെ തൊട്ട് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അല്ലാഹു നമുക്ക് ഖൈർ നൽകട്ടെ. എപ്പോഴാണ് പോവുക എന്ന് നമുക്ക് പിടുത്തില്ല. ആ പോകുന്ന സമയത്ത്, ഇറങ്ങുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ കാണുന്നില്ലേ, ഗൾഫിലേക്കെല്ലാം പോകുമ്പോ പറയുന്ന ഇറങ്ങുന്ന സമയത്ത്
ഉമ്മ ഉള്ളെന്ന് ചോദിക്കും, മോനെ പാസ്പോർട്ടും വിസയിലും എടുത്തിട്ട് ഗൾഫുകാരില്ലേ ഉണ്ടാവും ഇല്ലേ? ഗൾഫിലേക്ക് പോകുമ്പോ 25ാമത്തെ തവണ പോവാണെങ്കിൽ ഉണ്ടാവും ഒരു സങ്കടം. ഗൾഫിൽ നിന്ന് വന്ന സന്തോഷം പോകുമ്പോ ഉണ്ടാവില്ല. ഗൾഫിൽ നിന്ന് പോകുമ്പോ ഇറങ്ങുമ്പോ ഉണ്ട് ഉമ്മ ഒരു ചോദ്യം, മോനെ പാസ്പോർട്ടും വിസയിലും എടുത്തിനാ? ഭയങ്കര ചോദ്യ, ഔട്ടായി പോകും, ഭയങ്കര ബേജാർ, കരണ്ടാന്ന് വിചാരിച്ചാലും കരയും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. പെണ്ണ് ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യ റൂമിലാണ് ബായിലടിച്ച് ഉള്ളിൽ കൂടിയിട്ടുണ്ടാവും, ഇറങ്ങുന്ന കാണാൻ കഴിയില്ല. പങ്ങക്കും സങ്കടം. പുറത്തിറങ്ങുമ്പോ ഉപ്പാന്ന് പറഞ്ഞ സംഗതിയാണ്. ഉപ്പ ഭയങ്കര ഗൗരവത്തിൽ, ഉപ്പ ആരോടും മുണ്ടൂല, ഭയങ്കര ഗൗരവക്കാരൻ. ഉപ്പ കാറ് കയറാനാകുമ്പോ ഉമ്മ കേൾക്കാണ്ട് ഉപ്പാന്റെ വക വേറെ, മോനെ പാസ്പോർട്ടും വിസയിലും എടുത്തിട്ടില്ലേ? രണ്ടാമത്തെ ഇവൻ അങ്ങോട്ട് പോയി കൊണ്ടുപോയിട്ട് എയർപോർട്ടിലേക്ക് ആ ട്രോളി സാധനം കയറ്റി അങ്ങ് വെച്ചിട്ട് ഉരുട്ടുന്ന ഒരു ഉരുട്ടുണ്ടല്ലോ. അപ്പൊ ഇവന്റെ കൂടെ പോയ ചങ്ക് ബ്രോ, എന്റെ ബെസ്റ്റ് ഫ്രണ്ട്, ഓന്റെ വക പാസ്പോർട്ട് ഇതന്നല്ലേ, റെഡി തന്നല്ലേ, ടിക്കറ്റ് കണ്ടില്ലേ? ഇതൊരു ഉണർത്തലാണ്. ഇറങ്ങുമ്പോൾ ഒരു ഉണർത്തൽ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് ജീവിതത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ലക്കിനു മൗതാക്കും, നിങ്ങൾ മരണം ഹാദിറാകുന്ന ദിക്റ് ചൊല്ലി കൊടുക്കണമെന്ന് പരിശുദ്ധ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതൊരു ഇറക്കമാണ്, ഇതൊരു പോക്കാണ്. 4 മണിക്കൂർ കൊണ്ട് ദുബൈയിലെത്തി, 3.5 മണിക്കൂർ കൊണ്ട് മംഗലാപുരത്തും ദുബൈയിലെത്തി. നമ്മൾ മംഗലാപുരത്ത് ഇറക്കിയിട്ട് നമ്മൾ ഈ വയന്ന റോട്ടിലൂടെ നമ്മളെ ഈ പെരിയൽ തടുക്കയിൽ തിരിച്ചെത്തുമ്പോഴേക്ക് ഗൾഫിൽ നിന്ന് വിളി വന്നിട്ടുണ്ടാവും, ഞാൻ ഇറങ്ങിയിട്ട് ഇപ്പൊ ഉപ്പാന്റെ കൂടെ പോവാണ്. എത്ര കൂള്, ഉഷാറായി പോയി. നമ്മൾ പുരയിലെത്തിയിട്ടില്ല, അതിനുമ്പ് വിളി വന്നു. ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, ഈ നാട്ടിൽ നിന്ന് ഗൾഫ് പോയവന്റെ വിളിയൊക്കെ നമുക്കറിയാം. ഇത്രയും നാളുകൾ നമ്മൾ അവരെ കണ്ട് സംസാരിച്ചു, കേട്ട് സംസാരിച്ചു. ഒരാൾ മരിച്ചുപോയി, ഒരു ഉപ്പ മരിച്ചുപോയി, മകൻ സൗദിയിലാണ് അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലാണ്, വരാൻ പറ്റിയിട്ടില്ല. അനുജനും മറ്റുള്ളവരൊക്കെ ഇവിടെയുണ്ട്. ഉപ്പാന്റെ കബറടക്കിയിട്ട് ഉപ്പാന്റെ പേരെല്ലാം കുത്തിവെച്ചിട്ട് അവിടെ നിന്ന് ദ്വാരക്കുന്ന വീഡിയോ കോൾ ചെയ്തിട്ട് ഏട്ടനോട് പറയാണ്, ഗൾഫിലുള്ള ഏട്ടനോട്, അൽഹംദുലില്ലാ വലിയ തങ്ങന്മാര് വന്നിട്ടുണ്ട്, വലിയ ഉസ്താദന്മാരൊക്കെ ഉണ്ടായിരുന്നു, ധാരാളം പള്ളി നിറയെ മേലെയും താഴെയും മുറ്റത്തെല്ലാം നിസ്കരിക്കാൻ ആളുണ്ടായിരുന്നു. ഏട്ടനെ സമാധാനിപ്പിക്കാൻ ഉപ്പാന്റെ മയ്യിത്ത് സംസ്കരണത്തിന്റെ ബഹുമാനം പറഞ്ഞിട്ട് മരിച്ച സങ്കടത്തിൽ നിന്ന് മാറ്റിയാണ് ഉപ്പാന്റെ ഖബർ ഇങ്ങനെ കാണിച്ചു കൊടുക്കാണ്, വീഡിയോ കോൾ വിളിച്ചിട്ട്. ഞാൻ ചോദിക്കട്ടെ കൂട്ടുകാരാ, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ 5000 10,000 കിലോമീറ്റർ അപ്പുറമുള്ളവരെ കണ്ട് സംസാരിക്കാനും ഖബറിന്റെ പുറം കാണിക്കാനുമുള്ള സംവിധാനങ്ങൾ വളർന്നുപോയ, ടെക്നോളജി വളർന്നുപോയ ഈ ലോകത്ത് മോനെ, ഈ മിസാൻ കല്ലിന്റെ ഉള്ളിലേക്ക് ക്യാമറയുടെ മൊബൈലിന്റെ ക്യാമറ ഒന്ന് തിരിക്കാൻ പറ്റുമോ? ഈ ഖബറിന്റെ ഉള്ളിലേക്ക് ഇതിന്റെ പ്രകാശം ഒന്ന് കടത്തിവിടാൻ പറ്റുമോ? ഉപ്പാന്റെ അവസ്ഥ എന്താണ് നമുക്കറിയില്ല. ഇപ്പോൾ ജേട്ടനോട് പറയുന്നത് ഈ ഉപ്പാന്റെ ബാക്കിക്കാരുടെ അവസ്ഥയാ പറയുന്നത്. വന്ന ഉസ്താദിന്റെ അവസ്ഥ, നാട്ടുകാരുടെ അവസ്ഥ, ഇപ്പൊ ഉമ്മാന്റെ അവസ്ഥ, ഇപ്പം വീട്ടിലുള്ള അവസ്ഥ, ഇപ്പം ഖബർ സിയാറത്ത് ചെയ്യുന്ന അവസ്ഥയൊക്കെയാണ് നമ്മൾ വീഡിയോ കോൾ ചെയ്ത് പറയുന്നത്. നേരത്തെ കിടത്തിയ ഉപ്പാന്റെ അവസ്ഥ എന്താണ്? ഖബറിന്റെ ഉള്ളിലുള്ള അവസ്ഥ എന്താണ്? അവരെത്ര കീർത്തി ലഭിച്ച വീരന്മാരാ, നേരിട്ട് നിന്നവരോട് മിണ്ടാനാരാ. ഹംസ മിസ്ബാഹിന്റെ വാളും വേണ്ട, എത്ര പറക്കണമോ ഇല്ലാതെ വാളും വേണ്ട, ഹത്തീബ് ഉസ്താദിന്റെ വാളും കേൾക്കണ്ട, ഖാഫി ഉസ്താദിന്റെ വാളും കേൾക്കണ്ട, ആരെ വാളും വേണ്ട. പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള ഖബറില്ലയോ, ആ ഖബറിന്റെ അടുക്കൽ പോയി അതിന്റെ മേലെ മുളച്ചിരിക്കുന്ന ഇലകളോട് സംസാരിക്കാൻ കഴിയുമോ? അവിടെ കൂട്ടിയിരിക്കുന്ന, അവിടെ ഇട്ടിരിക്കുന്ന കൽച്ചെടികൾ, കല്ലിന്റെ ചീളുകളോട് സംസാരിക്കാൻ ഒക്കുമോ? ഖബറിന്റെ മേലെയൊന്ന് കാത് ചേർത്തി വെക്കാമോ? ഖബറിന്റെ മീസാൻ കല്ലിന്റെ മേലെ നിങ്ങളെ കാതൊന്ന് അടുപ്പിച്ച് വെക്കാമോ? നിങ്ങളെ ഹൃദയത്തിന്റെ കണ്ണൊന്നകത്തേക്കിടാമോ? എത്ര പറക്കുന്നവരാണോ ഈ വീട്ടിലും പരിസരത്തും. എത്ര വലിയ ജമിനിയാണ്, ആയിരക്കണക്കിന് ഏക്കറിന്റെ മുതലാളിയാണ് അയാൾ. ഒരു ഭാഗത്ത് നാരാടാന്ന് ചോദിച്ചാൽ ഞാനാന്ന് പറയാൻ പറ്റുന്ന ഒരാൾ ഈ പാട്ടിലുണ്ടായിട്ടില്ല. അയാൾ ഒരു വിഷയത്തിൽ ഇടപെട്ടാൽ പിന്നെ വേറെ ആരും ഇടപെടൂല. അത് പോലീസിൽ വലിയ സ്വാധീനമുള്ള ആളാണ്, ഭരണത്തിൽ വലിയ പിടുത്തമുള്ള ആളാണ്. സുബ്ഹാനല്ലാഹ്, നാട്ടുകാർക്ക് മുഴുവൻ ഇടങ്ങേറുണ്ടാക്കിയ ആളാണ്.
അല്ലെങ്കിൽ നന്മ ചെയ്ത ആളാണ്. ഏതായാലും അവരെത്ര കീർത്തി ലഭിച്ച വീരന്മാരാ. നേരിട്ട് നിന്നവരോട് മിണ്ടാനാരാ. ഒരാളും നേരെ നിന്ന് മിണ്ടാൻ ഭയപ്പെടുന്ന എത്ര വലിയ അധികാരികളാണ് കിടന്ന് ഉരുമ്പിൽ നരകിച്ചു പോകുന്നത് സഹോദരാ. ഒരു പഴുതിലൂടെയും പ്രകാശമില്ലാത്ത ലോകം. എന്തിനാണ്? അൽ ഖബ്റു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ആഖിറത്തിലെ സ്വർഗ്ഗവും നരകവും നമ്മൾ കാണുന്നില്ലല്ലോ. ആദ്യത്തെ വീടാകുന്ന ഖബറിന്റെ അഫർ അതെന്തിനാണ് പുറത്ത് കാണുന്ന നിലക്ക് വെച്ചത്? കൽബൊന്ന് നന്നാകാനാണ്. നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്തുവോ? നിങ്ങളത് മരണത്തെ ഓർമ്മിപ്പിക്കുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ഖൽബ് ശുദ്ധിയാകാനാണ്, ആഖിറം രക്ഷപ്പെടണമെന്നുള്ള ചിന്തയുണ്ടാകാനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ കിബർ വേണ്ട, അഹങ്കാരം വേണ്ട. അല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹു ആലിമുൽ ഗൈബി വശഹാദതി ഹുവർ റഹ്മാനുർ റഹീം. അല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹു അൽ മലികുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ. കിബ്ർ കളിക്കാൻ അധികാരമുള്ളവൻ, അഹങ്കരിക്കാൻ അവകാശമുള്ളവൻ അല്ലാഹു. റബ്ബിന്റെ വളരെ പാവപ്പെട്ട അടിമകളാണെന്ന് ചിന്തിച്ച് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ മാത്രമേ എനിക്കുള്ളൂ എന്ന് ചിന്തിച്ച് അല്ലാഹ് തരുന്നത് തടയാനോ അല്ലാഹ് തടഞ്ഞതിനെ തരാനോ അല്ലാഹുവിന്റെ വിധി മറികടക്കുന്ന അധികാര കേന്ദ്രങ്ങളോ മറ്റൊന്നില്ലെന്ന നിലക്ക് അല്ലാഹുവിൽ വിശ്വസിച്ച് ഈമാൻ വർദ്ധിപ്പിച്ച് എപ്പോഴും കൃത്യമായി നിസ്കരിച്ച് അല്ലാഹുവിന്റെ കലാമായ ഖുർആൻ ഇടയ്ക്കിടയ്ക്ക് ഓതി നോക്കി അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ദിക്റിന്റെ ഖാദിമീങ്ങളായി, മഹാന്മാരായ ഔലിയാക്കളുടെ ഖാദിമീങ്ങളായി, മഹല്ലത്തിന്റെ ജമാഅത്തിന്റെ മദ്രസയുടെ സംവിധാനങ്ങളുടെ സഹകാരികളായി, നാട്ടിൽ പ്രശ്നങ്ങളില്ലാതെ ആരെയും നമ്മുടെ നാവുകൊണ്ട് കുറ്റം പറയാതെ ഒരു സാധാരണക്കാരനെയും ഒരു ആലിമിനെയും ഒരു സയ്യിദിനെയും ഒരു നമ്മെക്കാൾ ചെറുതോ വലുതുമായ സാധാരണക്കാരിൽ സാധാരണക്കാരനായ അയൽവാസി, വീട്ടുകാരൻ, ഉമ്മ, ബാപ്പ, ആങ്ങളമാര്, കച്ചവടക്കാര്, കൃഷിക്കാര്, പാർട്ട്ണർമാര്, ഇടപെടുന്ന ആരൊക്കെയുണ്ടോ, രാഷ്ട്രീയമാകാം, സംഘടനയാകാം, ജമാഅത്താകാം, അയൽപക്കമാകാം, കുടുംബമാകാം, നീ ബന്ധപ്പെടുന്ന ഏത് മേഖലയുണ്ടോ നിന്റെ നാവ് കൊണ്ട് ഒരാളെ പോലും വേദനിപ്പിക്കാതെ, ഒരാളും നിന്റെ നിന്റെ നാവ് കൊണ്ട് സങ്കടപ്പെടാതെ, നിന്റെ വാക്കുകൊണ്ട് ഒരാളെ കൽബ് മുറിഞ്ഞു പോകാതെ നീ നന്നായി സൂക്ഷിച്ചു ജീവിച്ചു. ഒരാളോട് ഞാൻ എന്ന അധികാരത്തിന്റെ സ്വരം വേണ്ട. ഞാൻ അവിടെ വന്നാ കാണിച്ചു തരാം, ഞാൻ ഇടപെട്ടിട്ട് തീർത്തു തരാം, ഞാൻ ആരാന്ന് നിനക്ക് കാണിച്ചു തരാം, ഞാൻ എന്നെ ശരിക്കും അറിയില്ല എന്നൊക്കെ പറയണ കേൾക്കാറില്ലേ? അനഹനിയത്ത് വേണ്ട, ഞാനെന്ന അഹങ്കാരം വേണ്ട. വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. നാളെ എന്ന സംസാരം തന്നെ വേണ്ട. അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. നമുക്ക് അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസ് നീ ഇജാബത്തുള്ള മജ്ലിസായി സ്വീകരിക്കണം റഹ്മാനേ. എല്ലാവരും എഴുന്നേൽക്കൂ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് അഹ്മദുല്ലാഹൽ വലി സ്വല്ലാ അലാ ഖൈരിൻ നബി ബിസ്മി ഖൈരി മുൻജലിയാ സയ്യിദി ഖൈറൻ നബി توبة طلبت منك يا شفيع المذنبين ثوب طاهر عن سواك سيدي خير النبي صل لا إله إلا الله. മൈക്ക് കയ്യിൽ തന്നു. എല്ലാവരും മുന്നോട്ട് എല്ലാവരും
അല്ലാഹ് എല്ലാ മുഅ്മിനീങ്ങളും മുന്നോട്ട് വാ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു സ്വീകരിക്കും നമ്മുടെ ബന്ധങ്ങൾ. അല്ലാഹു അർശിന്റെ തണല് കിട്ടുന്ന ബന്ധങ്ങളാക്കി നിലനിർത്തി തരട്ടെ. നല്ല സ്വതക്ക തരണം. പെണ്ണുങ്ങളെല്ലാം ബക്കറ്റ് കൊടുത്തു അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. നല്ല സന്തോഷം. എല്ലാവരും നമുക്ക് ദ്വാരന്നിട്ട് പിരിയാം. ആ പുറത്ത് റോട്ടിലൊക്കെ നിൽക്കുന്ന ആളുണ്ടോ? എല്ലാവരും ഇങ്ങോട്ട് ഉള്ളിലേക്ക് ദ്വാരന്നിട്ട് എല്ലാവർക്കും പുറത്തിറങ്ങും. അല്ലാഹു ഖൈർ നൽകട്ടെ. എല്ലാവരും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു സ്വീകരിക്കും. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഇസ്തിഗ്ഫാർ ചെയ്യൂ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സദഖ തരണം. എല്ലാവരും ഇസ്തിഗ്ഫാർ. അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് മിൻ കുല്ലി ദംബിൻ തുബ്നാ ഇലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് മിൻ കുല്ലി ദംബിൻ തുബ്നാ ഇലല്ലാഹ് യാ റബ്ബൽ അർബാബ് യാ ഖൈറ തവ്വാബ് ഇഫ്തഹ് ലനൽ ബാബ് ബിൽ ഫദ്ലി അല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് മിൻ കുല്ലി ദംബിൻ തുബ്നാ ഇലല്ലാഹ് വമാ മുറാദി സിവാ ഇഅ്തിമാദി വമാ ഇഅ്തിമാദി ഇല്ലാ അലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് മിൻ കുല്ലി ദംബിൻ തുബ്നാ ഇലല്ലാഹ്. الحمد لله رب العالمين حمدا طيبا جزيلا جميلا دائما بدوام ملك الله. اللهم صل وسلم وبارك على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا ذا الجلال والإكرام يا الله أرحم الراحمين يا الملك الجبار يا الله നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർത്തി പറഞ്ഞ പരിശുദ്ധമായ ശഅബാൻ മാസത്തിലാണ് ഞങ്ങൾ ഒരുമിച്ച് കൂടിയത്. അല്ലാഹുവേ, നീ ബഹുമാനിച്ച, നിന്നെ ബഹുമാനിച്ച, നീ തഅ്ളീം ചെയ്ത മഹാന്മാരായ ഔലിയാക്കളുടെ ചാരത്താണ് ഞങ്ങൾ ഒരുമിച്ച് കൂടിയത്. അവരുടെ ഉറൂസിന്റെ മജ്ലിസിലാണ് ഞങ്ങൾ ഉള്ളത്. അല്ലാഹുവേ, ആ മഹാന്മാരുടെയും അവരുടെ ഉസൂൽ ഫുറു എല്ലാ മഹാന്മാരുടെയും പൊരുത്തവും പിടുത്തവും ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. യാ റബ്ബനാ, ഈ നാട്ടിൽ വിശ്രമിക്കുന്ന പരിസരങ്ങളിലൊക്കെ വിശ്രമിക്കുന്ന എല്ലാ മഹാന്മാരുടെയും മദദ് നൽകണേ അല്ലാഹ്. യാ റബ്ബന, അവരെ ബറക്കത്തുകൊണ്ട് ഞങ്ങളെ ദോഷങ്ങളെ മാപ്പ് ചെയ്ത് തരണം റഹ്മാനെ. ജീവിതത്തിൽ ഇന്ന് വരെ അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവും ചെറുതും വലുതുമായി ഞങ്ങളുടെയും ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ഭാര്യ, മക്കൾ, കുടുംബം, സഹോദര സഹോദരിമാർ, അല്ലാഹുവേ, അവരുടെ ഭർത്താക്കന്മാര്, ഭാര്യമാർ, ഈ മഹല്ലത്തിലുള്ള മുഅ്മിനീങ്ങൾ, കമ്മിറ്റിക്കാർ, ഉസ്താദുമാര്, സാധാരണക്കാര്, ഈ ഉറൂസിന്റെ സഹകാരികൾ, വാട്സപ്പ് ഗ്രൂപ്പിലും മറ്റൊക്കെ ധാരാളം സ്വതക്കകൾ നൽകിയവർ, വിദേശത്തും നാട്ടിലുമുള്ളവർ, എല്ലാവർക്കും ദോഷങ്ങളെ മാപ്പ് ചെയ്ത് തരണേ അല്ലാഹ്. അർഹമുർ റഹീമായ റബ്ബേ, ശിഷ്ടകാല ജീവിതം നിന്റെ പൊരുത്തത്തിലാക്കണം റഹ്മാനേ. അല്ലാഹുവേ, എന്റെ കൂടെ പഠിച്ച ഒരുപാട് വർഷം എന്റെ കൂടെ പഠിച്ച ഒരു ശരീക്ക് ഫളൽ മിസ്ബാഹി മലപ്പുറം, അദ്ദേഹത്തിന്റെ ഉമ്മക്ക് സുഖമില്ലാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അല്ലാഹുവേ, 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 ഈ നാട്ടിൽ വിശ്രമിക്കുന്ന മഹാന്മാരുടെ പ്രത്യേകമായ ബറക്കത്ത് കൊണ്ട്, ഖാജാ തങ്ങളെ ഹക്ക് കൊണ്ട്, ഗൗസുല്ലാഹ് തങ്ങളെ ബറക്കത്ത് കൊണ്ട്, ഈ മാസത്തിന്റെ പുരുഷ കൊണ്ട് ആ ഉമ്മക്ക് നീ നല്ല റാഹത്ത് നൽകണേ അല്ലാഹ്, നല്ല റാഹത്ത് നൽകണേ അല്ലാഹ്. അത് കേൾക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം റഹ്മാനെ. അതുപോലെ രോഗത്തിൽ കിടക്കുന്നവരാരൊക്കെയുണ്ടോ എല്ലാവർക്കും റാഹത്ത് നൽകണം റഹ്മാനെ. എന്റെ വാപ്പ ഖബറിലാണ്, അതുപോലെ ഈ നാട്ടിൽ നിന്നും മരണപ്പെട്ട് ഖബറിൽ കിടക്കുന്നവർ, ഇവിടെ ഉള്ളവരുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഖബർ സ്വർഗമാക്കണം റഹ്മാനെ. ഞങ്ങളാരെയും നീ ഖായിബാക്കല്ലേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് വീട് നൽകണം റഹ്മാനെ. അവർക്ക് നീ വീടില്ലാത്തവർക്ക് നീ വീട് നൽകണം റഹ്മാനെ. അല്ലാഹുവേ,
മക്കളെ കെട്ടിക്കണ്ടവർക്ക് അതിന്റെ വഴികൾ നീ തുറക്കണം റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണം റഹ്മാനെ. ഗർഭിണികൾക്ക് സുഖപ്രസവവും റാഹത്തും നൽകണം റഹ്മാനെ. എല്ലാം ഞങ്ങളെ മക്കൾക്ക്, ഞങ്ങളെ ശിഷ്യന്മാർക്ക് ദുആ കൊണ്ട് ഏൽപ്പിച്ചവർക്ക് നല്ല കുടുംബ ജീവിതം നൽകണം റഹ്മാനെ. പിണങ്ങി നിൽക്കുന്നവരെല്ലാം യോജിപ്പിലാക്കണം റഹ്മാനെ. അകന്നു നിൽക്കുന്നവർക്ക് റാഹത്ത് നൽകണം റഹ്മാനെ. യാ ഹയ്യു യാ ഖയ്യൂം, ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് ഇവിടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്കും ഏൽപ്പിച്ചവർക്കും കമ്മിറ്റിക്കാരോടും ഉസ്താദുമാരോടൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞവർക്ക് എല്ലാവർക്കും അവരുടെ ഉദ്ദേശങ്ങളെ പൂർത്തീകരിച്ച് അവരുടെ ആഗ്രഹങ്ങളെ നിറവേറ്റി അവരുടെ സങ്കടങ്ങളെ തീർത്തു ഖൈർ നൽകണം റഹ്മാനേ. ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ സന്തോഷവും റാഹത്തും നൽകണം റഹ്മാനെ. ഖുദ്സ് മോചിപ്പിക്കണം റഹ്മാനെ. ഫലസ്തീനികളെ സഹായിക്കണം റഹ്മാനെ. പ്രയാസം അനുഭവിക്കുന്ന ഏതൊക്കെ നാട്ടിലുള്ളവരുണ്ടോ എല്ലാവർക്കും റാഹത്ത് നൽകണം റഹ്മാനെ. ഈ നാട്ടിൽ നല്ല സഹോദര്യവും നല്ല ഐക്യവും നല്ല റാഹത്തും മുഅ്മിനീങ്ങളും അല്ലാഹുവേ, പ്രത്യേകിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ, ഉസ്താദുമാർ, സാദാത്യങ്ങൾ നല്ല റാഹത്തിൽ പോകുന്ന ഒരു മഹല്ലാണ്. നീ നല്ല സന്തോഷം ഖിയാമത്ത് നാൾ വരെ ഈ പരമ്പരക്ക് നിലനിർത്തണേ അല്ലാഹ്. ഈ ഉറൂസ് നീ വിജയിപ്പിക്കണം റഹ്മാനെ. എല്ലാ ദിവസവും സന്തോഷം നൽകണം റഹ്മാനെ. എല്ലാവർക്കും നീ ഇജാബത്ത് ലാസിമാക്കണം റഹ്മാനെ. റബ്ബേ, മരണം ഖൈറാകുന്ന സമയത്ത് കാമിലായി ഈമാനോടെ മരിപ്പിക്കണം റഹ്മാനെ. കുടുംബസമേതം ഹജ്ജ് ഉംറ സിയാറത്തിന് തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ സംസാരത്തിൽ നിന്റെ പൊരുത്തത്തിനെതിരെ വല്ലതും വീണുപോയിട്ടുണ്ടെങ്കിൽ മാപ്പ് നൽകണം റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും ഒരാളെ മുമ്പിലും നീ ഞങ്ങളെ വഷളാക്കരുത് റഹ്മാനെ. യാ അല്ലാഹ്, ഞങ്ങൾക്ക് എല്ലാവർക്കും മരണം ഖൈറാകുമ്പോൾ കാമിലായ ഈമാനോടെ കലിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം നൽകണം റഹ്മാനെ. ഞങ്ങളെ വലത് കൈയിൽ കിതാബ് നൽകണം റഹ്മാനെ. ഞങ്ങളെ ഖബർ നീ സ്വർഗീയ സുഖം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ ഉലമാക്കൾക്കെല്ലാം, ഞങ്ങളെല്ലാ ഉലമാക്കൾക്കും നേതാക്കന്മാർക്കും സാദാത്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ മുഅ്മിനീങ്ങൾക്കും ഈ മഹല്ലത്തിലുള്ള സകല മുഅ്മിനീങ്ങൾ എല്ലാവർക്കും ഓൺലൈനിൽ ഇത് കേൾക്കുന്നവരടക്കം എല്ലാ റാഹത്തും നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഹിസാബില്ലാതെ നരകം തൊടാതെ ജന്നത്തുൽ ഫിർദൗസിൽ ഇടം നൽകി നിന്റെ ലിഖാ തരണേ അല്ലാഹ്. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. ഒരു എളിയ ക്ഷണം കൊണ്ട് ഒരുപാട് ദൂരം യാത്ര ചെയ്തുകൊണ്ട് വളരെ മനോഹരമായ വിഷയാദ